നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മി. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. 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 ഹരി ഓം. ഇന്ന് രാവിലെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഫേസ്ബുക്കിന് എന്തോ തകരാറായിരുന്നു, ലോക്ക്ഡ് ആയിരുന്നു, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് പയ്യൻ IT സ്പെഷ്യലിസ്റ്റ് വന്ന് എല്ലാം ക്ലിയർ ആക്കിയത്. അതുകൊണ്ടാണ് ക്ലാസ് വൈകുന്നേരത്തേക്ക് ആക്കിയത്. നാരായണ. നാരായണ. എന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് മുടക്കാതെ കൊണ്ടുപോകാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 20-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ 20-ാം അധ്യായത്തിൽ ഏകദേശം 31 വരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതാണ് പറയാനുള്ളത്. രാത്രി, പകല്, സന്ധ്യ. ബ്രഹ്മദേവൻ്റെ ഛായയിൽ നിന്നും പ്രഭയിൽ നിന്നും അതുപോലെ തന്നെ ഛായയിൽ നിന്ന് തമോ രൂപമായിട്ടുള്ള രാത്രിയും പ്രഭയിൽ നിന്ന് പ്രകാശസ്വരൂപമായിട്ടുള്ള പകലും അതുപോലെ യക്ഷരക്ഷസുകളും ദേവന്മാരും പകലിൽ നിന്നും രാത്രിയിൽ നിന്നുമൊക്കെ ഉണ്ടായതിനെക്കുറിച്ചും പറഞ്ഞു. അതിനുശേഷം ജഗനത്തിൽ നിന്ന്, ബ്രഹ്മദേവൻ്റെ ജഗനത്തിൽ നിന്ന് അസുരന്മാരെ സൃഷ്ടിച്ചതും പിന്നീട് ആ അസുരന്മാർ തന്നെ ബ്രഹ്മദേവനെ എന്താ പറയുക മൈഥുനത്തിനായിക്കൊണ്ട് ആക്രമിക്കുന്നതും ബ്രഹ്മദേവൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതും ഭഗവാൻ ആ ശരീരം ഉപേക്ഷിക്കാൻ പറഞ്ഞതും അങ്ങനെ ഉപേക്ഷിച്ചതായിട്ടുള്ള ആ ശരീരം സന്ധ്യയായി തീരുന്നതുമായിട്ടുള്ള ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കണ്ടത്. നമുക്ക് 20-ാം അധ്യായം 9-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. വിതുര മൈത്രേയ സംവാദ രൂപം 9-ാം ശ്ലോകം മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 20-തമോऽധ്യായः. വിതുര ഉവാച. പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതിം
കിമാരഭത മേ ബ്രഹ്മൻ പ്രബ്രൂഹി അവ്യക്തമാർഗവിത്. യേ മരീച്യാദയോ വിപ്രാഹ യസ്തു സ്വയംഭുവോ മനുഃ തേ വൈ ബ്രഹ്മണ ആദേശാത് കഥമേതദഭാവയൻ. സദ്വിതീയാ കിമസൃജൻ സ്വതന്ത്രാ ഉത കർമ്മസു ആഹോസ്വിത് സംഹതാ സർവ ഇദം സ്മ സമകൽപ്പയൻ. മൈത്രേയ ഉവാച ദൈവേന ദുർവിതർക്യേണ പരേണ നിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതോ മഹാനാസീത് ഗുണത്രയാത് രജപ്രധാനാത് മഹതഃ ത്രിലിംഗോ ദൈവചോദിതാത് ജാതഃ സസർജ ഭൂതാദി വിയദാദീനി പഞ്ചശഃ താനി ചൈകൈകശസ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡം അവാസൃജൻ. സോऽശയിഷ്ടാബ്ദിസലിലെ ആണ്ഡകോശോ നിരാത്മകഃ സാഗ്രം വൈ വർഷസാഹസ്രം അന്വവാൽസീത്തമീശ്വരഃ തസ്യ നാഭേരഭൂത്പദ്മം സഹസ്രാർക്കോരുദീദിതി സർവജീവനികായൗഗോ യത്ര സ്വയമഭൂത് സ്വരാട്. സോനുവിഷ്ടോ ഭഗവതാ യശ്ചേദേ സലിലാശയേ ലോകസംസ്ഥാം യഥാ പൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാ സസർജച്ഛായയാ വിദ്യാം പഞ്ചപർവാണമഗ്രതഃ താമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാതമഃ വിസസർജാത്മനഃ കായം നാഭിനന്ദൻ തമോമയം ജഗൃഹുർയക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രിത് സമുദ്ഭവാം ക്ഷുത്രിഭ്യാം ഉപസൃഷ്ടാസ്തേതം ജഗ്ധും അഭിദുദ്രുവുഃ മാ രക്ഷതൈനം ജക്ഷധ്വം ഇത്യൂജുക്ഷുത്രുടർദിതാഃ ദേവസ്ഥാനാഃ സംവിഘ്നോ മാം ചക്ഷത രക്ഷത അഹോ മേ യക്ഷരക്ഷാംസി പ്രജാ യൂയം ബഭൂവിധ ദേവതാ പ്രഭയായായ ദിവ്യൻ പ്രമുഖതോ സൃജത് തേ അഹാർഷുർദേവയന്തോ വിസൃഷ്ടാം താം പ്രഭാം അഹഃ ദേവോ ദേവാൻ ജഗനതഃ സൃജതി സ്മാതി ലോലുപാൻ തയേനം ലോലുപതയാ മൈഥുനായാഭിപേദിതേ തതോ ഹസൻ സ ഭഗവാൻ അസുരൈർനിരഭത്രപൈഃ അന്വീയമാനസ്തരസാ ക്രുദ്ധോ ഭീതഃ പരാപതത്. സ ഉപവ്രജ്യ വരദം പ്രപന്നാർത്തിഹരം ഹരിം അനുഗ്രഹായ ഭക്താനാം അനുരൂപാത്മദർശനം പാഹി മാം പരമാത്മൻ തേ പ്രേഷണേനാസൃജം പ്രജാഃ തായിമായ ഭിദും പാപ ഉപാക്രമന്തി മാം പ്രഭോ. ത്വമേക കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ ത്വമേക ക്ലേശദസ്തേഷാം അനാസന്നപദം തവ സ്വാവധാര്യാസ്യ കാർപ്പണ്യം വിവിക്താധ്യാത്മദർശനഃ വിമുഞ്ചാത്മതനും ഘോരാം ഇത്യുക്തോ വിമുമോചഃ താം കൊണച്ചരണാം ഭോജാം മദവിഹ്വലലോചനാം കാഞ്ചീകലാപവിലസദ്ദുകൂലച്ഛന്നരോദസം അന്യോന്യശ്ലേഷയോ തുംഗനിരന്തരപയോദരാം സുനാസാം സുദ്ദിജാം സ്നിഗ്ധഹാസലീലാവലോകനാം ഗൂഹന്തീം വ്രീഡയാത്മാനം നീലാളകവരൂധിനീം ഉപലഭ്യാസുരാധർമ്മ സർവേ സമ്മുമുഹു സ്ത്രിയം അഹോ രൂപമഹോ ധൈര്യം അഹോ അസ്യാനവം വയഃ മധ്യേ കാമയമാനാനാം അകാമേവ വിസർപ്പതി വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിസ്രംഭാത് പര്യപൃച്ഛൻ കുമേധസഃ കാസി കസ്യാസി രംഭോരു കോ വാർത്തസ്തേത്ര ഭാമിനി രൂപദ്രവിണപണ്യേന ദുർഭഗാന്നോ വിബാധസേ യാവാ കാചിത്വമപലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോ ശീക്ഷമാണാനാം കന്തുകക്രീഡയാ മനഃ നൈകത്ര തേ ജയതി ശാലിനി പാദപദ്മം ഗ്നന്ദ്യാമുഹുക്കരതലേന പതൽപതംഗം മദ്യം വിഷീദതി ബൃഹൽ സ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമലാ സുശിഖാ സമൂഹഃ ഇതി സായന്തനീം സന്ധ്യാം അസുരാ പ്രമദായതിം പ്രലോഭയന്തീം ജഗൃഹുഃ മത്വാ മൂഢധിയ സ്ത്രിയം പ്രഹസ്യ ഭാവഗംഭീരം ജിഗ്രന്ത്യാത്മാനമാത്മന കാന്ത്യാ സസർജ ഭഗവാൻ ഗന്ധർവാപ്സരസാം ഗണാൻ വിസസർജതനും താം വൈ ജ്യോത്സ്നാം കാന്തിമതീം പ്രിയാം തയേവ ചാതദുഃപ്രീത്യാ വിശ്വാവസു പുരോഗമാഃ.
സൃഷ്ട്വാ ഭൂതപിശാചാശ്ച ഭഗവാൻ ആത്മതന്ത്രിണ ദിഗ്വാസസോ മുക്തകേശാൻ വീക്ഷ്യ ചാമീലയദൃശൗ ജഗൃഹുസ്തദ്വിസൃഷ്ടാം താം ജൃംഭണാഖ്യാം തനും പ്രഭോഃ നിദ്രാം ഇന്ദ്രിയവിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യത്തെ യേനോച്ഛിഷ്ടാൻ ദർശയന്തി തമുന്മാദം പ്രചക്ഷത്തെ ഊർജസ്വന്തം മന്യമാനഃ ആത്മാനം ഭഗവാൻ അജഃ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണാസൃജത് പ്രഭുഃ ത ആത്മസർഗം തം കായം പിതരഃ പ്രതിപേദിരേ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വതേ സിദ്ധാൻ വിദ്യാധരാംശ്ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ ദദാത്തമാത്മാനം അന്തർദാനാഖ്യമത്ഭുതം സ കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മേനാസൃജത് പ്രഭുഃ മാനയന്നാത്മനാത്മാനം ആത്മാഭാസം വിലോകയൻ തേ തു തജ്ജഗൃഹൂരൂപം ത്യക്തം യൽ പരമേഷ്ടിന മിഥുനീഭൂയ ഗായന്തഃ തമേവ ഉഷസി കർമ്മഭിഃ ദേഹേന വൈഭോഗവദാശയാനോ ബഹുചിന്തയാ സർഗേ അനുപചിതേ ക്രോധാത് ഉത്സസർജഃ തദ്വപുഃ യേ അഹീയന്താം ഉത കേശ അഹയസ്തേംഗജജ്ഞിരേ സർപ്പാ പ്രസർപ്പത ക്രൂരാ നാഗാ ഭോഗോരുകന്ദരാഃ സ ആത്മാനം മന്യമാന കൃതകൃത്യമിവാത്മഭൂഃ തദാ മനൂൻ സസർജാന്തേ മനസാ ലോകഭാവനാൻ തേഭ്യഃ സ്വോത്യസൃജത് സ്വീയം പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വാ യേ പുരാ സൃഷ്ടാഃ പ്രശശം സുപ്രജാപതിം അഹോ യേതജ്ജഗൽ സ്രഷ്ടഃ സുകൃതം വദതേ കൃതം പ്രതിഷ്ഠിതാ ക്രിയാ യസ്മിൻ സാകം അന്നമദാമഹേ തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിനാ ഋഷീൻ ഋഷിർഋഷീകേശഃ സസർജാഭിമതാഃ പ്രജാഃ തേഭ്യശ്ചൈകൈകശ സ്വസ്യ ദേഹസ്യ അംശം അദാദജഃ യത്തൽ സമാധിയോഗർദ്ധി തപോ വിദ്യാ വിരക്തിമത്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. അപ്പോൾ 20-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം സൂതശൗനകാദികളുടെ സംവാദം 8 ശ്ലോകങ്ങളെ കൊണ്ട് ആരംഭിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലാണ് സൂതൻ ശൗനകാദികളോട് വിതുര മൈത്രേയ സംവാദത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. വിതുരൻ മൈത്രേയ മഹർഷിയോട് ബ്രഹ്മദേവൻ പിന്നീട് പ്രജാപതികളെ സൃഷ്ടിച്ച ശേഷം എങ്ങനെയാണ് സൃഷ്ടിയെ തുടർന്നത്, മരീചി മുതലായ പ്രജാപതിമാർ എങ്ങനെയാണ്, അതുപോലെ സ്വയംഭൂമനു എങ്ങനെയാണ് സൃഷ്ടിയെ വർദ്ധിപ്പിച്ചത്, ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം അവർ മൈഥുനധർമ്മത്തിലൂടെയാണോ അതോ സ്വതന്ത്രരായി ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ അതോ എല്ലാവരും കൂടിച്ചേർന്നാണോ സൃഷ്ടിയെ വർദ്ധിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മൈത്രേയ മഹർഷി അതിന് മറുപടിയായിട്ട് ആദ്യത്തെ 12 മുതൽ 19 വരെയുള്ള 12 മുതൽ 18 വരെയുള്ള ശ്ലോകം കൊണ്ട് മുമ്പ് പറഞ്ഞിരുന്ന ആ സൃഷ്ടിയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞു. മഹത്തത്വമുണ്ടായതും മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരമുണ്ടായതും അഹങ്കാരത്തിൽ നിന്ന് തത്വങ്ങളുണ്ടായതും 20 തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ മൊത്തം 24 തത്വങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് പറഞ്ഞു. ആ തത്വങ്ങൾ സ്വയം കൂടിച്ചേരാൻ കഴിവില്ലാതെ നിന്നതും പിന്നീട് ഭഗവാൻ തന്നെ അതിൽ അനുപ്രവേശിച്ച് എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്തൊരു ബ്രഹ്മാണ്ഡമാക്കിയതും പിന്നെയും അത് 1000 വർഷം ജഡം പോലെ കിടന്നു. അതിനുശേഷം ഭഗവാൻ പിന്നെയും അതിൽ അനുപ്രവേശിച്ച്
അതിനെ വികസിപ്പിച്ചു. അതാണ് വിരാട്ട് എന്ന് പറയുന്നത്. ആ വിരാട് പുരുഷൻ്റെ നാഭിയിൽ നിന്ന് ലോകരൂപമായ താമര ഉണ്ടായി വന്നു. ആ താമരയിൽ സ്വരാട്ടായ സ്വപ്രകാശസ്വരൂപനായ സ്വയംഭൂവായ ബ്രഹ്മദേവൻ ആവിർഭവിച്ചു. ആ ബ്രഹ്മദേവൻ ഭഗവാന്റെ പ്രേരണ കൊണ്ട് സൃഷ്ടി ആരംഭിച്ചു. ആദ്യം സൃഷ്ടിച്ചത് അവിദ്യാവൃത്തികളെയായിരുന്നു. 5 പ്രകാരത്തിലുള്ളത്: തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം എന്നിങ്ങനെ 5 വിധ തമോവൃത്തികളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് ആ തമോമയമായ ശരീരത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു. അതിനെ യക്ഷന്മാരും രക്ഷസുകളും സ്വീകരിച്ചു. അത് രാത്രിയും ആയി വിശപ്പും ദാഹവുമൊക്കെ ആ ശരീരത്തിലാണ്, തമോമയമായ ശരീരത്തിലാണ് വിശപ്പും ദാഹവുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ആ വിശപ്പും ദാഹവുമുള്ളവരായ യക്ഷരക്ഷസുകൾ ബ്രഹ്മദേവനെ ഭക്ഷിക്കാനായി കൊണ്ടുവന്നു. നിങ്ങൾ എൻ്റെ പ്രജകളാണ്, നിങ്ങൾ എന്നെ ഭക്ഷിക്കരുത്, നിങ്ങൾ എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെട്ടുകൊണ്ട് ബ്രഹ്മദേവൻ അവരോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം 20-ാം ശ്ലോകത്തോടുകൂടി ആ തമോ ഗുണപ്രധാനമായ സൃഷ്ടിയെ പറഞ്ഞു. അതിനുശേഷം സത്വഗുണപ്രധാനമായിട്ടുള്ള ദേവതകളെ പ്രധാനമായിട്ട് സൃഷ്ടിച്ചു. പ്രഭാമയമായ ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് ആ പ്രഭ പകലായി തീർന്നു എന്നും പറഞ്ഞു. പിന്നീട് ആ ദേവൻ തന്നെ, ബ്രഹ്മദേവൻ തന്നെ, ജഗനതഃ അതിലോലുപാൻ അദേവാൻ സൃജതി സ്മ, തൻ്റെ ജഗനത്തിൽ നിന്ന് ലോലുപന്മാരായ അദേവന്മാരെന്നാൽ അസുരന്മാരെ സൃഷ്ടിച്ചു അത്രേ. അവര് മൈഥുനത്തിനായിക്കൊണ്ട് ബ്രഹ്മദേവന്റെ പുറകെ പാഞ്ഞു. അതാണ് തയേനം ലോലുപതയാ മൈഥുനായ അഭിപേദിരെ. അങ്ങനെ വന്നതായിട്ടുള്ള സമയത്ത് ആദ്യം ബ്രഹ്മദേവൻ ചിരിച്ചുകൊണ്ട് അവരെ വിലക്കാൻ നോക്കി. അവർ ബ്രഹ്മദേവന്റെ പുറകെ തന്നെ വന്നപ്പോൾ ക്രുദ്ധനായി. എന്നിട്ടും രക്ഷയില്ല. അവസാനം ഭീതനായിക്കൊണ്ട് അവിടുന്ന് ഓടി. ഭീതനായി ഓടിക്കൊണ്ട് ആ ഭഗവാനെ, ഹരിയെ ശരണം പ്രാപിച്ചു. ആ ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിച്ചു. പാഹിമാം പരമാത്മൻതേ പ്രേഷണേന അസൃജം പ്രജാഹ തായിമായ ബിധും പാപ ഉപാക്രാമന്തി മാം പ്രഭോ. അല്ലയോ പരമാത്മൻ, അങ്ങയുടെ കടാക്ഷം കൊണ്ട് ഞാൻ പ്രജകളെ സൃഷ്ടിച്ചു. പക്ഷേ ഇതാ ആ പാപികൾ എന്നെ മൈഥുനത്തിനായിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിച്ചു. ത്വമേക കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ ത്വമേക ക്ലേശദസ്തേഷാം അനാസന്നപദാം തവ. അങ്ങ് തന്നെയാണ് ക്ലേശിക്കുന്ന ലോകത്തിന് ക്ലേശനാശകനും, അങ്ങ് തന്നെയാണ് ദുഷ്ടന്മാർക്ക് നാശകാരകനും ക്ലേശം നൽകുന്നവനും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു. സ്വ അവധാര്യ അസ്യ കാർപ്പണ്യം വിവിക്ത അധ്യാത്മദർശനഃ വിമുഞ്ച ആത്മതനും ഘോരാമിത്യുക്തോ വിമുമോച. ആ ഭഗവാൻ ഹരി ബ്രഹ്മദേവന്റെ ആ കാർപ്പണ്യത്തെ മനസ്സിലാക്കി ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പിനെയും അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിമുഞ്ച ആത്മതനും ഘോരാം, നിന്റെ ഈ ഘോരമായിരിക്കുന്ന ശരീരത്തെ നീ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ആ ശരീരം സന്ധ്യയായി തീർന്നു എന്ന് പറഞ്ഞു. താം കൊണച്ചരണാം ഭോജാം മതവിഹ്വലലോചനാം കാഞ്ചീ കലാപവിലസദ്ദുകൂല ചന്നരോദസം അന്യോന്യശ്ലേഷയോത്തുംഗ നിരന്തര പയോധരാം സുനാസാം ശുദ്ധിജാം സ്നിഗ്ധഹാസലീലാവലോകനാം ഗൂഹന്തീം വ്രീഡയാത്മാനം നീലാളകവരൂധിനീം ഉപലഭ്യ അസുരാ ധർമ്മ സർവേ സമ്മുമുഹു സ്ത്രീയം. ആ സുന്ദരിയായ മോഹിനിയായ സന്ധ്യയെ 3 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചതാണ്. ആ സ്ത്രീ രൂപത്തിലുള്ള സുന്ദരിയായ സന്ധ്യയെ കണ്ടിട്ട് സർവേ അസുരാഹ,
സമ്മുമുഹു, എല്ലാ അസുരന്മാരും സമ്മോഹിതരായി, നല്ലപോലെ മോഹിതരായി എന്ന് പറഞ്ഞു. നമ്മൾ അവിടെയാണ് നിർത്തിയത്. തുടർന്ന് ആ അസുരന്മാർ ഈ സുന്ദരിയായ സന്ധ്യാദേവിയെ സ്തുതിക്കുന്ന വാക്കുകളാണ് 32 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങൾ. സന്ധ്യാദേവിയെ സ്തുതിക്കുന്നു. അത് നോക്കാം നമുക്ക്. അഹോ രൂപമഹോ ധൈര്യം അഹോ അസ്യാ നവം വയഃ മധ്യേ കാമയമാനാനാം അകാമേവ വിസർപ്പതി വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിശ്രംഭാത് പര്യപൃച്ഛത്കുമേധസഃ. ഇവര് ആശ്ചര്യപ്പെടുകയാണ്. അസുരന്മാര് ഈ സന്ധ്യാദേവിയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചുകൊണ്ട് അവരുടെ ആശ്ചര്യം സ്വയം പ്രകടിപ്പിക്കുകയാണ്. അസ്യാഹ രൂപമഹോ, അഹോ രൂപമഹോ ധൈര്യം അഹോ അസ്യാഹ നവം വയഃ. അഹോ 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 എന്നുള്ളത് ആശ്ചര്യം, ആശ്ചര്യം, ആശ്ചര്യം. എന്തൊരാശ്ചര്യം! അസ്യാഹ രൂപം, അവളുടെ രൂപസൗന്ദര്യം എന്ത് ഭംഗിയായിരിക്കണു, എന്തൊരാശ്ചര്യമായിരിക്കുന്നു. നവം വയഃ, ഇവളുടെ ആ യൗവന വയസ്സ്, നല്ല പ്രായം, നല്ല കന്യകയുടെ പ്രായം, യൗവനം തികഞ്ഞതായിട്ടുള്ള കന്യകയുടെ പ്രായം. നവം വയഃ ധൈര്യം അഹോ, അവളുടെ ആ ധൈര്യം, അവളുടെ മനസ്സിൻ്റെ ആ ഒരു സ്ഥൈര്യഭാവം ഉണ്ടല്ലോ, മനോവികാരത്തെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ആ ശക്തി, അതും സമ്മതിക്കണം. അഹോ കാമയമാനാനാം മധ്യേ അകാമായിവ വിസർപ്പതി. നമ്മളെപ്പോലെയുള്ള കാമികളുടെ മധ്യത്തിൽ, നമ്മളൊക്കെ കാമികളാണ്, കാമയമാനാനാം എന്ന് അസുരന്മാര് പരസ്പരം പറയാണ്. കാമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നമ്മളുടെ മധ്യത്തിലൂടെ അകാമായിവ വിസർപ്പതി, അവള് സ്വയം കാമമില്ലാത്തവളെ പോലെ സഞ്ചരിക്കുന്നു. ഇവൾക്ക് നമ്മളുടെ നേരെ അല്പം പോലും യാതൊരു ശ്രദ്ധയുമില്ല, ഒരു താല്പര്യവുമില്ല, ഒരു കാമവുമില്ല. അവളിങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് ആ സന്ധ്യയെ നോക്കി ഇവർ സ്വയം ആത്മഗതം പറയുകയാണ്. അഹോ രൂപം അഹോ ധൈര്യം അഹോ അസ്യാ നവം വയഃ മധ്യേ കാമയമാനാനാം അകാമേവ വിസർപ്പതി വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിശ്രംഭാത് പര്യപൃച്ഛത് കുമേധസഃ. ആ കുമേധസഃ, കുമേധസഃ കുൽസിത മേധസ്സുകൾ, ബുദ്ധി കെട്ടവർ എന്നർത്ഥം അല്ലേ? എങ്ങനെയാ ബുദ്ധി കെട്ടത്? ഇവളെ തന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് അല്ലേ? ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇവിടെ സന്ധ്യ എന്ന് പ്രകടിപ്പിച്ചത് രജോ ഗുണത്തിൻ്റെ മൂർത്തീഭാവത്തെയാണ്. അസുരന്മാരുടെ സ്വഭാവവും രജോ ഗുണം, ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യവും രജോ ഗുണം. ഈ ലോകത്തെ തന്നെയാണ് ഇവിടെ സന്ധ്യയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അസുരന്മാർക്ക് ഈ ലോകം സന്ധ്യയെ പോലെ സുന്ദരമാണ്, സന്ധ്യയെ പോലെ മോഹിപ്പിക്കുന്നതാണ്, പ്രലോഭിപ്പിക്കുന്നതാണ്. അപ്പോൾ അസുരന്മാർ സന്ധ്യയുടെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ അസുരന്മാർ ലോകത്തിൻ്റെ പുറകെ പോയി. പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ സുന്ദരമായ ലോകം അല്ലേ? ഈ ലോകം കാമികൾക്ക്, ലോഭികൾക്ക് എന്താണ് ഈ ലോകം? എന്ത് കണ്ടാലും സുന്ദരമാണ്. അതിൻ്റെ പുറകെ അവർ ഭ്രമിച്ചുകൊണ്ട് സ്വന്തമാക്കാനായിക്കൊണ്ട് എല്ലാം വെട്ടിപ്പിടിക്കാനായിക്കൊണ്ട് ഓടി നടക്കും. അത് തന്നെയാണ് അസുര സ്വഭാവം. ലോകം സുന്ദരമാണ്, ഇരിക്കട്ടെ അവിടെ. ആ ലോകത്തിൻ്റെ പുറകെ പോകാതിരുന്നാൽ മതിയായിരുന്നു. ലോകം ഈശ്വര സൃഷ്ടിയാണ്. ഈശാവാസ്യം ഇതം സർവം
എല്ലാം നന്നായിരിക്കട്ടെ, അവിടെ തന്നെ ഇരിക്കട്ടെ. എല്ലാം അതാതിൻ്റെ സ്ഥാനത്തിരുന്നാൽ എല്ലാം നല്ലത്. ഇതങ്ങനെയല്ല, നമ്മൾ എല്ലാം നമുക്ക് വേണം എന്നാവുകയാണ്. എന്ത് കണ്ടാലും എനിക്ക് വേണം, നമുക്ക് വേണം. അങ്ങനെ ആകുമ്പോഴാണ് മോഹമാകുന്നത്, മഹാമോഹമാകുന്നത്, തെറ്റിദ്ധാരണകളാകുന്നത്. അങ്ങനെ പ്രലോഭിച്ച് പുറകെ പോകുമ്പോൾ ലോകം നമ്മെ പ്രലോഭിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഇവിടെ സന്ധ്യ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അകാമായിവ. സന്ധ്യയ്ക്ക് ഇങ്ങോട്ട് കാമമൊന്നുമില്ല, സന്ധ്യയുടെ പുറകെ അങ്ങോട്ട് കാമിച്ച് ഈ അസുരന്മാർ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ലോകത്തിൻ്റെ പുറകെ പോകുമ്പോൾ ലോകം നമ്മെ പ്രലോഭിപ്പിച്ചുകൊണ്ടേ പോകുന്നു. ലോകം നമുക്ക് വഴങ്ങിത്തരുന്നില്ല, നമ്മുടെ അധീനതയിലേക്ക് വരുന്നില്ല, നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു അവതരണമാണിത്. ബ്രഹ്മദേവന്റെ ഓരോ ഭാവത്തിൽ നിന്ന് ഈ പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളുണ്ടായി എന്നാ പറയുന്നത്. ജീവനുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിരിക്കുന്ന സകലതും ഉണ്ടായത് ഈ ബ്രഹ്മദേവന്റെ ഈ ഓരോ ഭാവങ്ങളിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ, ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞാൽ സമഷ്ടി സൂക്ഷ്മ ശരീരമാണ്. ആ സമഷ്ടി സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന നാനാഭാവങ്ങളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എങ്ങനെയാണോ വിരാട് പുരുഷനിൽ നിന്ന് സമഷ്ടി സ്ഥൂല ശരീരമുണ്ടായത്, അല്ലേ? വിരാട് പുരുഷനിൽ നിന്ന് പർവ്വതങ്ങളും നദികളും സമുദ്രങ്ങളും മേഘങ്ങളും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും മനുഷ്യരും, ആ മനുഷ്യരിൽ തന്നെ 4 വർണ്ണങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് വർണ്ണിക്കുന്നത് പോലെ തന്നെ സമാനമായിട്ടുള്ളൊരു വർണ്ണനയാണിത്. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് അഗ്നിയുണ്ടായി, കണ്ണിൽ നിന്ന് സൂര്യനുണ്ടായി, ശ്രോത്രേന്ദ്രിയത്തിൽ നിന്ന് ആകാശമുണ്ടായി, മനസ്സിൽ നിന്ന് ചന്ദ്രനുണ്ടായി എന്നിങ്ങനെ ഓരോ വർണ്ണനയുണ്ട് പുരുഷ സൂക്തം, അല്ലേ? അതുപോലെയുള്ള ഒരു ഉപാസനയ്ക്കുള്ള ഒരു ഭാവം കൂടിയാണിത്. ഇതിനെ നമ്മൾ തിരിച്ച് മനസ്സിലാക്കി ഉപാസിച്ചാൽ ഹിരണ്യഗർഭോപാസനയായി. മറ്റത് വിരാട് പുരുഷ ഉപാസന, ഇത് ഹിരണ്യഗർഭ ഉപാസന. ഈ ഹിരണ്യഗർഭ ഉപാസനയിലൂടെ എല്ലാം ആ ഹിരണ്യഗർഭന്റെ തന്നെ വിവിധ ഭാവങ്ങളാണ്. ഏകനായ ഹിരണ്യഗർഭൻ പകലും രാത്രിയും സന്ധ്യയും നിലാവും പ്രകാശവും ഒക്കെ ആയിത്തീരുന്നു. അപ്പോൾ എന്ത് കണ്ടാലും അതിലൊക്കെ ഹിരണ്യഗർഭനെ കാണാൻ സാധിക്കുകയാണ് വേണ്ടത്. ഇവിടെ ബ്രഹ്മദേവനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നുണ്ട്, അല്ലേ? ബ്രഹ്മദേവന്റെ പര്യായമാണ് ഹിരണ്യഗർഭൻ എന്നുള്ള പേര്. ഈ പ്രപഞ്ചം മുഴുവൻ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹിരണ്യം സ്വർണമാണ്. ഇവിടെ സ്വർണം എന്നുള്ളത് അമൂല്യമായിരിക്കുന്ന അനന്തമായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രതീകമാണ്. അല്ലാതെ നമ്മുടെ കരിപ്പൂര് വിമാനത്താവളത്തിൽ കറുപ്പ് വസ്ത്രങ്ങളിട്ടിട്ടുള്ള ആളുകൾ സ്വർണം കടത്തി കൊണ്ടുവരുന്നത് പോലെ ഉദരത്തിലും ആസനത്തിലും വേറെ എവിടെയെങ്കിലുമൊക്കെ സ്വർണം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുവരുന്ന ഒരാളല്ല ഹിരണ്യഗർഭൻ. കസ്റ്റംസ് പിടിക്കാനുള്ള സ്വർണത്തെ ഉദരത്തിൽ വെച്ച് കൊണ്ടുവരുന്ന ഒരു കള്ളക്കടത്തുകാരനല്ല ഇവിടുത്തെ ഹിരണ്യഗർഭൻ. ഇവിടെ ഹിരണ്യ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള ഈ ലോകം. സ്വർണം എങ്ങനെ നമ്മളെ മോഹിപ്പിക്കുന്നുവോ അതുപോലെ ഈ ലോകവും നമ്മളെ മോഹിപ്പിക്കുന്നതാണ്. നാനാ നാമരൂപാത്മകമായിട്ടുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള ഈ ലോകം, അത് ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു. ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്, പ്രകാശിക്കുന്നത്. ഈ നാനാത്വം മുഴുവൻ
ഹിരണ്യഗർഭന്റെ അഭിവ്യക്തിയാണ്. ഇങ്ങനെ നിരന്തരം നമ്മൾ ഏത് വൈവിധ്യം കാണുമ്പോഴും, ഏത് പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെ കാണുമ്പോഴും, ഏത് പരിതസ്ഥിതി കാണുമ്പോഴും, നാമരൂപങ്ങൾ കാണുമ്പോഴും അതിൻ്റെയൊക്കെ കാരണമായിരിക്കുന്ന ഹിരണ്യഗർഭനെ ഓർമ്മിക്കുക, ബ്രഹ്മദേവനെ ഓർമ്മിക്കുക. അപ്പോൾ നമ്മുടെ രജോ ഗുണം പോകും. നമ്മുടെ രജോ ഗുണം പോകാനുള്ള ഒരു ഉപാസന കൂടിയാണത്. കാരണം രജോ ഗുണം കൊണ്ടാണ് ഈ ആസുരികത നമുക്ക് വർദ്ധിച്ചു വരുന്നത്. ആ രജോ ഗുണം പോകാൻ തിരിച്ചുള്ള ഉപാസന. ഈ അസുരന്മാരൊക്കെ വരം നേടാൻ ആരെയാണ് ഉപാസിക്കുന്നത്? ഏത് അസുരന്മാർ ഏത് തപസ് ചെയ്തു എന്ന് പറഞ്ഞാലും ആരെയാണ് തപസ് ചെയ്യുന്നത്? ബ്രഹ്മാവിനെയാണ്, ബ്രഹ്മദേവനെയാണ്. എന്ന് പറഞ്ഞാൽ അവർ വിപരീതമായിട്ടുള്ള തപസ് ചെയ്തു. നമ്മൾ തിരിച്ച് ഉള്ള അനുഗ്രഹത്തിനായിക്കൊണ്ട് തപസ് ചെയ്യണം. അതാണ് ഹിരണ്യഗർഭ ഉപാസനയുടെ തത്വം. അപ്പോൾ വേദങ്ങളിലൊക്കെ ഉള്ളതാണ് ഈ ഹിരണ്യഗർഭ ഉപാസന എന്നുള്ളതായിട്ടുള്ള ഉപാസനാ പദ്ധതികൾ. അതിൻ്റെ ഒരു പൗരാണികമായിട്ടുള്ളൊരു വിസ്താരമാണ് ഈ അധ്യായത്തിൽ ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. വേദത്തിലെ ഹിരണ്യഗർഭ ഉപാസനയുടെ പൗരാണികമായിട്ടുള്ള ഒരു അവതരണം, ഒരു വിസ്താരം. അപ്പോൾ അസുരന്മാർ സന്ധ്യയുടെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ രജോഗുണ പ്രധാനികളായിരിക്കുന്ന ആളുകൾ അവരുടെ മോഹം കൊണ്ട് ഈ ലോകത്തിൻ്റെ പുറകെ പോകുന്നു. ലോകം അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ആശയങ്ങളെ ഇവിടെ പരോക്ഷ ഭാഷയിൽ, വേദങ്ങളുടെ ഭാഷയിൽ വർണ്ണിച്ചിരിക്കുകയാണ്. വേദങ്ങളും പുരാണ ഇതിഹാസങ്ങളും ഒക്കെ പലതും പരോക്ഷമായിട്ടാണ് പറയുക, നേരിട്ട് പറയില്ല. പരോക്ഷപ്രിയാഹി ദേവാഹ, പരോക്ഷപ്രിയന്മാരാണ് ദേവന്മാർ എന്ന് പറയും വേദത്തിൽ. അതുപോലെ ഇവിടെ പരോക്ഷമായി പറയുന്നതാണ് ഈ വൈദിക സാഹിത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ. അതും ആ ഒരു ഭാഷ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ നമുക്കിത് ആസ്വദിക്കാൻ, ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. പറഞ്ഞു വന്നത് വിതർക്കയന്തോ ബഹുധാ താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിശ്രംഭാത് പര്യപൃച്ഛത് കുമേദസഃ. കുമേദസഃ ആ കുൽസിത ബുദ്ധികൾ, വിഷയം സുഖം തരും എന്നുള്ള ബുദ്ധിയാണ് കുൽസിത ബുദ്ധി. ലോകത്തിലുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ സന്ധ്യ വിഷയം അല്ലേ, സന്ധ്യ വിഷയങ്ങളുടെ പ്രതീകമാണ്. ഈ സന്ധ്യ സുഖം തരും അഥവാ വിഷയങ്ങൾ സുഖം തരും എന്ന് കരുതുന്നവരാണ് കുമേദസഃ. അവര് പ്രമദാകൃതിം താം സന്ധ്യാം, സുന്ദരിയായിരിക്കുന്ന ആ സ്ത്രീ രൂപത്തിലുള്ളതായിട്ടുള്ള ആ സന്ധ്യയെ വിശ്രംഭാത് അഭിസംഭാവ്യ, വിശ്രംഭം എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഓ, ഇവള് നമ്മൾ വിളിച്ചാൽ വരും, നമ്മൾക്ക് വഴങ്ങും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി അഭിസംഭാവ്യ, അവളെ നല്ലതുപോലെ ബഹുമാനിച്ചിട്ട്, അഭി എന്ന് പറഞ്ഞാൽ നേർക്ക് ചെന്ന്, സംഭാവ്യ സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക, സ്തുതിക്കുക, പൂജിക്കുക എന്നൊക്കെ അർത്ഥമാണ്. സമ്യക്കായി ഭാവന ചെയ്തിട്ട് അവളെ നന്നായി പ്രശംസിച്ചുകൊണ്ട്, പുകഴ്ത്തിയിട്ട്, സൽക്കരിച്ചിട്ട്, പൂജിച്ചിട്ട് എന്നൊക്കെ അർത്ഥമാണ്. ബഹുതാ വിതർക്കയന്തഃ പര്യപൃച്ഛത്, ബഹുതാ പല പ്രകാരത്തിൽ, വിതർക്കയന്തഃ, വിതർക്കം അവരുടെ ഉള്ളിലുള്ള ആലോചനകളാണ്, ചിന്തകളാണ്. ഇങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ആയിരിക്കുമോ, ഇവൾ ആരായിരിക്കും, ഇവള് കല്യാണം കഴിഞ്ഞതാണോ, ആരെങ്കിലും ഇവളെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ, നമ്മൾ സമീപിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള തർക്കം ഉള്ളിൽ തന്നെ, അവരുടെ ഉള്ളിൽ തന്നെ ചിന്ത. അങ്ങനെ ചിന്തകളോട് കൂടിയിട്ട് ഊഹിക്കുന്നവരായിട്ട് പര്യപൃച്ഛത്, എന്തായാലും നാണം കെട്ട് അവർ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ.
അടക്കാൻ പറ്റാത്തതായിട്ടുള്ള കാമം വന്നു കഴിഞ്ഞാൽ പിന്നെ ലജ്ജയൊന്നുമില്ല. പിന്നെ നാണം കെട്ട് ചോദിക്കാൻ തുടങ്ങി. അവളുടെ പുറകെ പോയിക്കൊണ്ട് നമ്മുടെ പൂവാലന്മാർ പെൺകുട്ടികളുടെ പുറകെ പോകുന്നത് പോലെ ഈ അസുരന്മാർ ഈ സന്ധ്യയുടെ പുറകെ പോയിക്കൊണ്ട് ചോദിക്കുകയാണ്. കാസി കസ്യാസി രംഭോരു കോ വാർത്തസ്തയത്ര ഭാമിനി രൂപദ്രവിണ പണ്യേന ദുർഭഗാന്നോ വിവാദസേ. അവളോട് ചോദിക്കണം, കാസി കസ്യാസി രംഭോരു. രംഭോരു എന്നുള്ളത് സംബോധനയാണ്. ഊരു എന്ന് പറഞ്ഞാൽ തുട, രംഭ എന്ന് പറഞ്ഞാൽ വാഴ. അപ്പോൾ വാഴ പോലെയുള്ള തുടയോടുകൂടിയവളെ എന്ന് വെച്ചാൽ സുന്ദരി എന്നർത്ഥമാണ്. ലക്ഷണമൊത്ത തുടയോടുകൂടിയവളെ, നല്ല സുന്ദരിയായിരിക്കുന്നവളെ. രംഭോരു കാസി, ഹു ആർ യു? കാ ആര്, അസി നീ ആരാകുന്നു? കാസി കസ്യാസി. കസ്യ എന്നുള്ളതിൽ ആരുടേതാണ് നീ? ആരുടെ മകളാണ്? നീ ആരുടെയെങ്കിലും ഭാര്യയാണോ എന്നും കൂടി വ്യംഗ്യം അല്ലേ. നീ ആരുടെ മകളാണ്? നിനക്ക് ഉടമസ്ഥന്മാരുണ്ടോ? നിനക്ക് നാഥനുണ്ടോ? നിനക്ക് അച്ഛനോ ഭർത്താവോ ഉണ്ടോ എന്നൊക്കെ അർത്ഥത്തിൽ കസ്യാസി ഭാമിനി തേ അത്ര കഹ വാർത്ത. ഭാമിനി സുന്ദരി, ഉത്തമേ എന്നൊക്കെ അർത്ഥം. അല്ലയോ ഉത്തമയായ സ്ത്രീ, തേ അത്ര കഹ വാർത്ത. നിനക്കിവിടെ എന്താ കാര്യം? എന്ത് പ്രയോജനത്തിനായിക്കൊണ്ടാ നീ ഇവിടേക്ക് വന്നിരിക്കുന്നത്? എന്താ നീ തിരയുന്നത് എന്നൊക്കെ മട്ടില് തേ കഹ വാർത്ത അത്ര രൂപദ്രവിണ പണ്യേന ദുർഭഗാന്നഹ വിവാദസേ. ദേവിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. രൂപദ്രവിണ പണ്യേന, നിന്റെ സൗന്ദര്യമാകുന്ന ദ്രവിണം ധനം. ആ ധനം അത് പണ്യമാണ്. പണ്യം എന്ന് പറഞ്ഞാൽ വിൽക്കത്തക്ക ചരക്ക്, പണത്തിന് കൊടുക്കാൻ പറ്റുന്നത് പണ്യം. അപ്പോൾ നിന്റെ ഈ സൗന്ദര്യമാകുന്ന ധനത്തെ നീ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണോ എന്ന മട്ടില് വിൽക്കാൻ തക്കതായിട്ടുള്ള പദാർത്ഥമായിരിക്കുന്ന നിന്റെ ശരീരം കൊണ്ട് ദുർഭകന്മാരായ ഭാഗ്യഹീനന്മാരായ അല്ലെങ്കിൽ ദരിദ്രന്മാരായിട്ടുള്ള ഞങ്ങളെ വിവാദസെ നീ ബാധിക്കുന്നു, നീ പീഡിപ്പിക്കുന്നു. നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ കൊതിയാവുന്നു. എന്താ വില എന്ന മട്ടിലാണ്. നീ ഞങ്ങൾക്ക് വഴങ്ങുന്നവളാണോ, അതോ ദരിദ്രന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് ഇങ്ങനെ പീഡ മാത്രമാണോ ഞങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്? ഞങ്ങളെ മോഹിപ്പിക്കുക മാത്രമാണോ, അതോ ഞങ്ങൾക്ക് വഴങ്ങുന്നവളാണോ നീ? നിന്റെ സൗന്ദര്യം കണ്ടിട്ട് അത് വിലമതിക്കാനാവാത്തതാണ്. അത് ഞങ്ങൾക്ക് ദരിദ്രന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് പീഡയുണ്ടാക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. പലതരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഇതൊക്കെ. രൂപദ്രവിണ പണ്യേന ദുർഭഗാന്നോ വിഭാതസേ. ദുർഭകന്മാരായ ഭാഗ്യഹീനന്മാരായ പാപികളായ എന്നൊക്കെ അർത്ഥം വരും അതിൻ്റെ. പാപികളായതുകൊണ്ടാണ് ഇവളുടെ പുറകെ പോകുന്നത്, അസുരന്മാരായത്. അപ്പം അവർ പറയാതെ പറയുകയാണ്. ദുർഭഗാൻ എന്ന് പറയുമ്പോൾ ഭാഗ്യഹീനന്മാർ എന്നർത്ഥം. എന്തുകൊണ്ട് ഭാഗ്യഹീനന്മാരായി? പാപം ചെയ്തതുകൊണ്ട് തന്നെ ഭാഗ്യഹീനന്മാരായത്. അത് പക്ഷെ അവർക്ക് അറിയില്ല, അവർ സമ്മതിക്കില്ല അല്ലേ. ഏത് പാപികളും ഞങ്ങൾ പാപികളാണ് എന്ന് സമ്മതിച്ചു തരുമൊന്നുമില്ല. അതിന് കുറച്ച് ആധ്യാത്മികമായിട്ടുള്ള നല്ല ബോധം വേണം. അപ്പോൾ അശക്തന്മാരായിട്ടുള്ള ഞങ്ങളെ കാമം ഉദ്ദീപിപ്പിച്ചുകൊണ്ട് പീഡിപ്പിക്കുകയാണോ, പരിഭ്രമിപ്പിക്കുകയാണോ? എന്തിനാ നീ ഞങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ ഞങ്ങളെ മോഹിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? കാസി കസ്യാസി രംഭോരു കോവാർത്തസ്തേത്ര ഭാമിനി രൂപദ്രവിണ പണ്യേന ദുർഭഗാന്നോ വിവാദസേ. യാവാ കാചിത്വമബലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോഷി ഈക്ഷമാണാനാം കന്തുക ക്രീഡയാ മനഃ. അവൾ പന്ത് കളിച്ചുകൊണ്ടാ പോകുന്നത്. നമ്മുടെ മോഹിനി മഹാദേവനെ ഭ്രമിപ്പിക്കാനായിക്കൊണ്ട് കന്തുക ക്രീഡ ചെയ്തു, പന്തടിച്ച് കളിച്ചു.
അതുപോലെ ഇവിടെയും കന്തുക ക്രീഡയാ എന്ന് പറയുന്നുണ്ട്. കന്തുക ക്രീഡ, പന്തടിച്ച് കളിച്ചുകൊണ്ട്. അപ്പോൾ അബലേ, ബലഹീനയായിട്ടുള്ള സുന്ദരി, അബലേ ത്വം, നീ, യാവാ കാചിത്, യാവാ ആരോ ആയിക്കോട്ടെ, നീ ഏതോ ഒരുവളായിക്കോട്ടെ, ഞങ്ങൾക്കത് പ്രശ്നമല്ല. യാവാ കാചിത് തവ സന്ദർശനം ദിഷ്ട്യ, നിന്റെ സന്ദർശനം ഉണ്ടല്ലോ അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. നീ ആരോ ആയിക്കോട്ടെ, നിന്നെ കാണുന്നത് തന്നെ ഭാഗ്യമാണ്. തവ സന്ദർശനം ദിഷ്ട്യ ഈക്ഷമാണാനം മനഃ കന്തുക ക്രീഡയാ ഉത്സുനോഷി. ഈക്ഷമാണാനം നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിനെ കന്തുക ക്രീഡയാ, നീ പന്തടിച്ച് കളിച്ചുകൊണ്ട്, ഉത്സുനോഷി, നീ നന്നായിട്ട് ചതച്ച് ചമ്മന്തിയാക്കുന്നു എന്നുവെച്ചാൽ പീഡിപ്പിക്കുന്നു എന്നർത്ഥം. മനസ്സിന് വല്ലാത്ത ക്ലേശം നൽകുന്നു. നിന്നെ കാണുന്തോറും മനസ്സിൽ കാമപീഡ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. ചുട്ടു നേറുന്നു ശരീരം എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള ഭാവം ഉണ്ടാകുന്നു. ഉത്സുനോഷി ഈക്ഷമാണാനാം കന്തുക ക്രീഡയാ മനഃ. അപ്പൊ നിന്നെ കാണുന്നത് തന്നെ ഭാഗ്യം. ആ നീ പന്തടിച്ച് കളിക്കുന്നത് കൂടി കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ പീഡിതമാകുന്നു, ചതഞ്ഞരയും പോലെ. അല്ലെങ്കിൽ ഇതിന് വേറൊരു രീതിയിൽ അന്വയിച്ചാൽ ഞങ്ങളുടെ മനസ്സിനെ നീ പന്ത് തട്ടി കളിക്കണു എന്നും കൂടി അർത്ഥമാണ്. ഈക്ഷമാണാനാം മനഃ കന്തുക ക്രീഡയാ ഉത്സുനോഷി. അവിടെ പറയുമ്പോൾ ഈക്ഷമാണാനാം കാണുന്നവരുടെ മനസ്സിനെ കന്തുക ക്രീഡയാ ഉത്സുനോഷി, പന്തടിച്ച് കളിക്കും പോലെ നീ തപിപ്പിക്കുന്നു. പന്തിനെ അടിച്ചടിച്ച് തകർക്കൂലോ, അപ്പോൾ അതുപോലെ ഞങ്ങളുടെ മനസ്സിനെയും നീ പന്താടിക്കൊണ്ടിരിക്കുന്നു, പന്താടി ചതച്ചരയ്ക്കുന്നു, പീഡിപ്പിക്കുന്നു. അപ്പം ഞങ്ങളുടെ മനസ്സ് വല്ലാതെ ഉത്കണ്ഠ കൊണ്ട് കുതിക്കുകയാണ്. നിന്റെ ഓരോ നോട്ടം കാണുമ്പോഴും ഓരോരുത്തർക്കും ആ മനസ്സ് പന്താടുന്നത് പോലെയുണ്ട്. കാരണം ഓരോരുത്തരുടെ നേരെ നോക്കുമ്പോൾ ഓ എന്നോടാണ് പ്രേമം, എന്നോടാണ് പ്രേമം, എന്നോടാണ് പ്രേമമെന്ന് ഓരോരുത്തർക്കും തോന്നും. ഇപ്പം എൻ്റെ അടുത്തേക്ക് വരും, എന്നെ വിളിക്കും, എന്നെ തിരഞ്ഞെടുക്കും എന്നൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലും ആ മനസ്സിങ്ങനെ പന്താടിക്കൊണ്ട് ചലിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. യാവാ കാചിത്വമബലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോഷി ഈക്ഷമാണാനാം കന്തുക ക്രീഡയാ മനഃ. ഇതൊക്കെ വാസ്തവത്തിൽ പരോക്ഷമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ലോകത്തോടുള്ളതായിട്ടുള്ള ഭ്രമത്തെ പരിഹസിക്കുകയാണ്. നമ്മളിവിടെ ഈ ചിത്രം കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് അല്ലേ? പാവങ്ങൾ അസുരന്മാരെ കുറിച്ച് നമുക്ക് സിമ്പതി തോന്നുന്നുണ്ട്. അയ്യോ പാവ അസുരന്മാര്, സന്ധ്യയുടെ പുറകെ പോയിട്ട് ഭ്രമിച്ചുകൊണ്ട് ഇങ്ങനെ പീഡിതരായിരിക്കുന്നു. കാണാൻ നല്ല രസം അല്ലേ? നമുക്ക് ആരാൻ്റെ മക്കൾക്ക് ഭ്രാന്ത് വരുമ്പോൾ നമുക്ക് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അന്യൻ്റെ കഥ പറയുമ്പോഴാണ് നമുക്ക് കേൾക്കാൻ നല്ല രസം. അന്യന് അബദ്ധം പറ്റുന്നത് കാണുമ്പോൾ നമുക്ക് ചിരി വരും അല്ലേ? അങ്ങനെയാണ് പുരാണങ്ങൾ പറഞ്ഞു തരിക. ഇവിടെ അസുരന്മാരുടെ അവസ്ഥയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ പരോക്ഷമായിട്ട് നമ്മളെ തന്നെയാണ് പരിഹസിക്കുന്നത് ഈ ഋഷിമാർ. ഈ പുരാണവും ഈ ഋഷിമാരും നമ്മളെ പരിഹസിക്കുകയാണ്, നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതിൽ നിന്ന് ഒട്ടും മോശക്കാരൊന്നുമല്ല. ഈ അസുരന്മാരെ പരിഹസിക്കാനും അവരോട് സിമ്പതൈസ് ചെയ്യാനൊന്നും പോകണ്ട. ആദ്യം നിങ്ങളോട് സിമ്പതൈസ് ചെയ്യൂ, സ്വയം പരിഹസിക്കൂ, സ്വയം വിമർശിക്കൂ. എന്നിട്ട് ഈ ബലഹീനന്മാരായിട്ടുള്ള പാപികളായിരിക്കുന്ന ഈ അസുരന്മാർ കണ്ടതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് പോലെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ പുറകെ പോകുന്നത് ഒന്ന് നിയന്ത്രിക്കൂ, സംസ്കാരമുള്ളവരായി തീരൂ, ഒരു ആത്മനിയന്ത്രണമുള്ളവരായി തീരൂ അല്ലേ? പെൺകഴുതയുടെ പുറകെ പോകുന്ന ആൺകഴുതയെ പോലെ, പെൺപട്ടിയുടെ പുറകെ പോകുന്ന ആൺപട്ടിയെ പോലെ, പശുവിൻ്റെ പുറകെ പോകുന്ന കൂറ്റൻ കാളയെ പോലെ, പിടിയാനയുടെ പുറകെ പോകുന്ന മതയാനയെ പോലെ, കൊമ്പനാനയെ പോലെ നമ്മളും ഈ ലോകത്തിൻ്റെ പുറകെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണായാലും പെണ്ണായാലും. അതിനെയാണ് ഇവിടെ പരിഹസിച്ച്
മറ്റൊരു രൂപത്തിൽ പരോക്ഷമായി അവതരിപ്പിച്ചിരിക്കുന്നത്. കഥ കേൾക്കാൻ നല്ല രസം, അന്യൻ്റെ കഥയായതുകൊണ്ട് അല്ലേ. നമുക്കെപ്പോഴും പരദൂഷണം വളരെ ഇഷ്ടമാണ്, ചെവി കോർപ്പിച്ച് കേൾക്കും. നമ്മളെ ആരെങ്കിലും വിമർശിക്കാൻ വന്നാൽ നമുക്ക് ദേഷ്യം വരും, സഹിക്കില്ല, ഓടിച്ചു വിടും അവർ. വേറൊരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നല്ലോണം ചെവി കൂർപ്പിച്ച് കേൾക്കും. ഇവിടെ പുരാണങ്ങൾ പരദൂഷണം പറയും പോലെ പറയാണ്, അസുരന്മാരുടെ ദൂഷണത്തെ നമുക്ക് കേൾപ്പിച്ചു തരികയാണ്. പക്ഷെ വാസ്തവത്തിൽ ആരാണ് ഈ അസുരന്മാർ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ നേർക്ക് പിടിക്കുന്ന ഒരു കണ്ണാടിയാവും. യാവാ കാചിത്വമബലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോഷി ഈക്ഷമാണാനാം കന്തുകക്രീഡയാ മനഃ നൈകത്ര തേ ജയതി ശാലിനി പാദപദ്മം ഗ്നന്ദ്യാമുഹു കരതലേന പദൽപദംഗം മധ്യം വിഷീദതി ബൃഹൽ സ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമലാ സുശിഖാ സമൂഹ നൈകത്ര തേ ജയതി ശാലിനി പാദപദ്മം ഗ്നന്ദ്യാമുഹു കരതലേന പദൽപദംഗം മദ്യം വിഷീദതി ബൃഹൽ സ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമലാ സുശിഖാ സമൂഹ. സുന്ദരിയായ സന്ധ്യയെ പന്തടിച്ച് കളിക്കുന്നത് കണ്ടിട്ട് വർണ്ണിക്കുകയാണ്. ഹേ ശാലിനി, അല്ലയോ സുന്ദരി, ശോഭനയായിരിക്കുന്നവളെ, മനോഹരിയായിരിക്കുന്നവളെ. ശാലിനി മുഹുഹു പതൽ പതംഗം കരതലേന ഗ്രന്ഥ്യാഹ തേ പാദപത്മം നൈകത്ര ജയതി. മുഹുഹു മുഹുഹു വീണ്ടും വീണ്ടും, പതൽ പതംഗം, പദത്ത് എന്ന് പറഞ്ഞാൽ പതിക്കുന്നത്. ഇവിടെ പതംഗ ശബ്ദം പന്തിനെ സൂചിപ്പിക്കാനാണ്. പതംഗം എന്നുള്ളതിന് ഒരുപാട് നാനാർത്ഥങ്ങളുണ്ട്. പക്ഷിയുണ്ട്, ഈയാമ്പാറ്റയുണ്ട്, സൂര്യനുണ്ട്. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന എന്തിനേയും പതംഗമായിട്ട് പറയാം. ഇവിടെ വായുവിൽ സഞ്ചരിക്കുന്നതാണ് പന്ത്, അതുകൊണ്ട് അതിന് പതംഗം എന്ന് പേര്. അപ്പൊ പതൽ പതംഗം, താഴേക്ക് പതിക്കുന്ന പന്തിനെ കരതലേന ഗ്രന്ഥിയാഹ, കരതലം കൊണ്ട് അടിക്കുന്നവളായിട്ട്, കൈകൊണ്ട് അടിക്കുന്നവളായിക്കൊണ്ട്, തേ പാദപദ്മം നൈകത്ര ജയതി, നിന്റെ പാദകമലം ഒരിടത്ത് നിൽക്കുന്നില്ല. കാരണം പന്തിൻ്റെ പുറകെ ഓടുകയാണ്. പന്തിൻ്റെ പുറകെ ഓടുന്നതായിട്ടുള്ള നിന്റെ കാല് ഒരിടത്തും ഉറയ്ക്കുന്നില്ല, എല്ലായിടത്തും ജയിച്ചുകൊണ്ടിരിക്കുന്നു. നൈകത്ര ജയതി, ഒരിടത്തല്ല എല്ലായിടത്തും കാണപ്പെടുന്നു. നിന്റെ സൗന്ദര്യം, നിന്റെ പാദപത്മം എവിടെ നോക്കിയാലും കാണാം. കാരണം നീ പന്തിൻ്റെ പുറകെ ഓടിക്കളിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു രംഗം. നൈകത്ര ജയതി ബൃഹൽ സ്തനഭാരഭീതം മദ്യം വിഷീദതി. ഒരാവലാതി പോലെ പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയാവണു. നിന്റെ ബൃഹത്തായിരിക്കുന്ന സ്തനഭാരം കൊണ്ട്, വലിയ തടിച്ച സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ഭീതമായിരിക്കുന്നതാണ് നിന്റെ മദ്യം, നിന്റെ നടുവ്, ഉദരപ്രദേശം. അത് ഒടിഞ്ഞു വീഴുമോയെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. വിഷീദതി, അതിന് വലിയ ഖേദമുണ്ട്. നിന്റെ വലിയ സ്തനങ്ങളെ ചുമക്കാനുള്ള ശക്തി നിന്റെ മധ്യപ്രദേശത്തിനില്ല, നിന്റെ ഉദരത്തിനില്ല. അതിന് വലിയ ക്ലേശമാണ് കൊടുക്കുന്നത്. നിന്റെ ഈ ഓട്ടവും ചാട്ടവും ഒക്കെ കൊണ്ട് അത് ഒടിഞ്ഞു വീഴുവോ എന്ന് ഞങ്ങൾക്കും ശങ്കയുണ്ട് എന്നൊക്കെ അർത്ഥമാണ്. ബൃഹൽ സ്തനഭാരഭീതം മദ്യം വിഷീദതി അമലാ ദൃഷ്ടി ശാന്താ ഇവ പ്രസരതി. നിന്റെ അമലമായ ദൃഷ്ടി, തെളിഞ്ഞിരിക്കുന്ന നിന്റെ കണ്ണ് ശാന്താ ഇവ പ്രസരതി, മന്ദമായിട്ട് എല്ലായിടത്തേക്കും ചലിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അത് അനുഗ്രഹിക്കുന്നു. ചുറ്റുപാടും നോക്കുന്നതായിട്ടുള്ള നിന്റെ ആ മന്ദമായിട്ടുള്ള കടാക്ഷം അതെല്ലാവരെയും മോഹിപ്പിക്കുന്നതാണ്. അതാണ് ശാന്തായിവ പ്രസരതി അമലാ ദൃഷ്ടി. സുശിഖാ സമൂഹ, നിന്റെ തലമുടി, ശിഖാസമൂഹം, സു അത് സുഷ്ടുവാണ്, അതിമനോഹരമായുണ്ട് നിന്റെ തലമുടിക്കെട്ട്. ഇങ്ങനെ അവളുടെ സൗന്ദര്യത്തെ വായ്നോക്കികൾ വർണ്ണിക്കുന്നത് പോലെ വർണ്ണിക്കുകയാണ് ഇവിടെ അസുരന്മാർ എന്ന് പറയുക നോക്കിയിട്ട്. അപ്പം നമ്മളുമൊക്കെ ഈ ലോകത്തെ നോക്കി ഇതുപോലെ വായ്നോക്കികളായിട്ട് പലതും കണ്ട് വായും പൊളിച്ച് നിൽക്കാറുണ്ട്, വർണ്ണിക്കാറുണ്ട്, ആ വിഷയങ്ങളെ ധ്യാനിക്കാറുണ്ട്, ധ്യാനിച്ച് കാമികളായി തീരാറുണ്ട്. പിന്നീട് ക്രോധവും ലോഭവും മോഹവുമൊക്കെ വർദ്ധിച്ചവരായി തീരാറുണ്ട്.
ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. നമ്മുടെ അധപ്പതനം, നമ്മുടെ നാശം രാവണനും അതുപോലെയുള്ള കാമികളായിരിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് നശിക്കുന്നത് എന്ന് നമ്മൾ പുരാണ ഇതിഹാസങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ചിത്രീകരണമാണിവിടെ, ഒരു അവതരണമാണിവിടെ. അപ്പോൾ നമ്മുടെ ഉള്ളിലും രജോ ഗുണം വർദ്ധിച്ചാൽ നമ്മുടെ സ്വഭാവവും ഈ അസുര സ്വഭാവമാണ്. ഈ പ്രപഞ്ചം, ഈ ലോകം നമ്മൾ കാണുമ്പോൾ ഈ സന്ധ്യയെ പോലെ നമ്മെ മോഹിപ്പിക്കുന്നതാണ്. കാണുന്നതെല്ലാം സുന്ദരമായി തോന്നും. അതിൻ്റെയൊക്കെ പുറകെ നമ്മൾ വെട്ടിപ്പിടിക്കാനായിക്കൊണ്ട് ഭ്രമിച്ചുകൊണ്ട് ഓടും. അങ്ങനെ നമ്മൾ ഏതൊക്കെ പടുകുഴികളിൽ ചെന്ന് പതിക്കും എന്ന് അറിയില്ല. വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചു. നൈകത്ര തേ ജയതി ശാലിനി പാദപദ്മം ഗ്നന്ധ്യാമുഹുക്കരതലേന പദൽപദംഗം മധ്യം വിഷീദതി ബൃഹൽസ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമലാ സുശിഖാ സമൂഹഃ ഇതി സായന്തനീം സന്ധ്യാം അസുരാഃ പ്രമദായതീം പ്രലോഭയന്തീം ജഗൃഹുഃ മത്വാ മൂഢധിയം സ്ത്രിയം മൂഢധിയസ്ത്രിയം. ഇതി ഇപ്രകാരം ആ പ്രമദായതീം പ്രലോഭയന്തീം സായന്തനീം സന്ധ്യാം മൂഢധിയഃ അസുരാഃ സ്ത്രിയം മത്വാ ജഗൃഹുഃ. അപ്പോൾ ഇപ്രകാരം പ്രമദായതി, ഒരു പ്രമദയെ പോലെയുള്ള, പ്രമദ എന്ന് പറഞ്ഞാൽ മദാലസയായിരിക്കുന്ന ഒരു സുന്ദരിയായ സ്ത്രീ, എല്ലാവരെയും ഭ്രമിപ്പിക്കുന്ന ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീയെ പോലെ ഇരിക്കുന്നവളും പ്രലോഭയന്തി, എല്ലാവരെയും പ്രലോഭിപ്പിക്കുന്നവളുമായിരിക്കുന്ന സായന്തനീം സന്ധ്യ, സായങ്കാല സന്ധ്യയെ മൂഢധിയഃ അസുരാഹ, മോഹിച്ച ബുദ്ധിയോടുകൂടിയ മൂഢബുദ്ധികളായിട്ടുള്ള അസുരന്മാര് സ്ത്രീയം മത്വാ ജഗൃഹുഃ, സ്ത്രീയാണെന്ന് കരുതി ഗ്രഹിച്ചു. അവളെ ഒരു സ്ത്രീയാണെന്ന് കരുതി അവളെ പിടികൂടി അവളെ സ്വീകരിച്ചു. സന്ധ്യയെ സ്വന്തമാക്കി എന്നർത്ഥം. അസുരന്മാര് അവരുടേതാക്കി. എന്നാൽ പ്രഹസ്യ ഭാവഗംഭീരം ജിഗ്രന്ധ്യാത്മാനമാത്മന കാന്ത്യാ സസർജ ഭഗവാൻ ഗന്ധർവാപ്സരസാം ഗണാൻ വിസസർജ തനും താം വൈ ജ്യോത്സ്നാം കാന്തിമതീം പ്രിയാം. പ്രഹസ്യ ഭാവഗംഭീരം ജിഗ്രന്ധ്യാത്മാനമാത്മന. ഇത് ബ്രഹ്മദേവൻ തന്നെ അടുത്ത ബ്രഹ്മദേവന്റെ മറ്റൊരു ഭാവത്തിൽ നിന്നുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ജഗൃഹുർ മത്വാ മൂഢധിയ സ്ത്രീയം എന്ന് പറയുന്നത് അസുരന്മാരുടെ സൃഷ്ടിയെക്കുറിച്ചും സന്ധ്യയെക്കുറിച്ചും പറഞ്ഞ് ഉപസംഹരിച്ചു. അതിനുശേഷം പ്രഹസ്യ ഭാവഗംഭീരം ജിഗ്രന്ഥി ആത്മാനമാത്മന കാന്ത്യാ സസർജ ഭഗവാൻ ഗന്ധർവ അപ്സരസാം ഗണാൻ. ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞത് ബ്രഹ്മദേവനെ. ആ ബ്രഹ്മദേവൻ ഭാവഗംഭീരം പ്രഹസ്യ ആത്മനാ ആത്മാനം ജിഗ്രന്ഥി കാന്ത്യ ഗന്ധർവ അപ്സരസാം ഗണാൻ സസർജ. തൻ്റെ തന്നെ ഭാവഗംഭീരത്തെ പ്രഹസ്യ ചിരിച്ചുകൊണ്ട്, ഗംഭീരമായ ഭാവത്തെക്കുറിച്ച് ചിന്തിച്ച് ചിരിച്ചുകൊണ്ട് ആത്മന ആത്മാനം ജിഗ്രന്ഥി, താൻ തന്നെ 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 ഗ്രാണിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ ഗ്രാണിക്കുന്നവളായിട്ട് എന്നൊക്കെ അർത്ഥത്തിൽ
കാന്തിയ ഗന്ധർവാപ്സരസാം ഗണാൻ സസർജ. തൻ്റെ കാന്തി കൊണ്ട്, തൻ്റെ സൗന്ദര്യം കൊണ്ട് ഗന്ധർവന്മാരെയും അപ്സരസ്സുകളെയും സൃഷ്ടിച്ചു. ഇപ്പൊ ബ്രഹ്മദേവൻ തൻ്റെ തന്നെ ശരീരത്തിനെ ഗ്രാണിച്ച് അതിൽ നിന്ന് സൗന്ദര്യരൂപമായിട്ടുള്ള പ്രകാശം കൊണ്ട് ഗന്ധർവന്മാരെയും അപ്സരസ്സുകളുടെയും സംഘങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗന്ധർവന്മാരും അപ്സരസ്സുകളൊക്കെ എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ബ്രഹ്മദേവന്റെ കാന്തിയിൽ നിന്ന് തന്നെയാണ്, സൗന്ദര്യത്തിൽ നിന്ന് തന്നെ. ബ്രഹ്മദേവന്റെ ശരീരത്തിലെ ഓരോ ഭാവങ്ങളിൽ നിന്നും ഓരോന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഇവിടെ കാന്തിയിൽ നിന്നാണ്, അഥവാ പ്രകാശത്തിൽ നിന്ന്, ബ്രഹ്മദേവന്റെ സൗന്ദര്യത്തിൽ നിന്ന് ഗന്ധർവന്മാരും അപ്സരസ്സുകളും ഉണ്ടായി. എന്നിട്ടോ വിസസർജ തനും താം വൈ ജ്യോത്സ്നാം കാന്തിമതീം പ്രിയാം തയേവ ചാദദുഃപ്രീത്യ വിശ്വാവസു പുരോഗമാഹ. ആ താം തനും, ആ കാന്തിമതിയായ പ്രിയയായ തനുവിനെ, സുന്ദരമായിരിക്കുന്ന ബ്രഹ്മദേവന്റെ ആ ശരീരത്തെ വിസർജിച്ചു, ഉപേക്ഷിച്ചു. അത് തന്നെയാണ് ജ്യോത്സ്നയായത് എന്ന് പറയുന്നത്. ഇവിടെ ജ്യോത്സ്ന എന്ന് പറഞ്ഞാൽ നിലാവായത്. അപ്പൊ രാത്രിയിൽ നിലാവായിട്ട് പ്രകാശിക്കുന്നത് ബ്രഹ്മദേവന്റെ ശരീര സൗന്ദര്യം, കാന്തി. അതാണ് തൻ്റെ കാന്തിമതിയും പ്രിയാം തനും താം വൈ ജ്യോത്സ്ന, അത് തന്നെയാണ് ജ്യോത്സ്നയായിരിക്കുന്നത്, നിലാവായിരിക്കുന്നത്. അതിനെ വിസസർജ തയേവ ച ആദദുഹു പ്രീത്യ വിശ്വാവസു പുരോഗമാഹ. വിശ്വാവസു പുരോഗമാഹ, വിശ്വാവസു എന്നുള്ളതൊരു ഗന്ധർവ പ്രമുഖന്റെ പേരാണ്. അപ്പോൾ വിശ്വാവസു നേതൃത്വം നൽകുന്ന ആ ഗന്ധർവന്മാര്, വിശ്വാവസു പുരോഗമിക്കുന്നവനാണ്. പുരോഗമിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പേ നടക്കുന്നവനാണ്. പുരതഃ ഗച്ഛതീതി പുരോഗമം, പുരോഗമനാണ് എന്ന് വെച്ചാൽ ലീഡർ എന്നർത്ഥമാണ്. അപ്പൊ വിശ്വാവസു ലീഡറായിരിക്കുന്ന സമൂഹമാണ് ഗന്ധർവ സമൂഹം. അപ്പൊ വിശ്വാവസു മുതലായ ഗന്ധർവന്മാർ പ്രീത്യ ആദദുഹു, ആ ജ്യോത്സ്നാമയമായ ബ്രഹ്മദേവന്റെ കാന്തിമതിയായ ശരീരത്തെ ഗന്ധർവന്മാർ പ്രീതിപൂർവം സ്വീകരിച്ചു. ഗന്ധർവന്മാർക്ക് കിട്ടിയത് ബ്രഹ്മദേവന്റെ സൗന്ദര്യാംശം, ഹിരണ്യഗർഭന്റെ സൗന്ദര്യം അപ്സരസ്സുകൾക്കും ഗന്ധർവന്മാർക്കും നിലാവിനും കൊടുത്തു. നമുക്ക് എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് നമ്മുടെ ഋഷീശ്വരന്മാര് ചിന്തിക്കുന്നത്, കാണുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഭാവനയാണ്. ഇതൊക്കെ ഭാവന വേണം ആസ്വദിക്കണമെങ്കിൽ. മന്ദബുദ്ധികൾക്ക് ആസ്വദിക്കാൻ ഇത്തിരി പ്രയാസമാണ്. വളരെ എന്താ പറയുക, ഗൂഢമായിരിക്കുന്ന, വ്യംഗ്യമായിരിക്കുന്ന ഭാഷയാണിത്. ഇത് ആസ്വദിക്കാൻ ആ കവികളുടെ തലത്തിലേക്ക് നമ്മൾ ഉയർന്ന് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ആ ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് വിജൃംഭിച്ച് രൂപാന്തരം പ്രാപിച്ചതായിട്ട് കാണാൻ കഴിയണം. അപ്പോൾ ഈ നിലാവിനെ ബ്രഹ്മദേവന്റെ സൗന്ദര്യമായി, ഗന്ധർവന്മാരുടെയും അപ്സരസ്സുകളുടെയും സൗന്ദര്യത്തെ ബ്രഹ്മദേവന്റെ കാന്തിമതിയായ ശരീരത്തിൽ നിന്ന് കിട്ടിയ സൗന്ദര്യമായി ഒക്കെ കാണുക. അപ്പോൾ സമഷ്ടി ഓരോന്നും എങ്ങനെയാണ് അതാത് രൂപം കിട്ടിയത് എന്ന് വർണ്ണിക്കുകയാണ്. തുടർന്ന് സൃഷ്ട്വാ ഭൂതപിശാചാംശ്ച ഭഗവാൻ ആത്മതന്ത്രിണാം ദിഗ്വാസസോ മുക്തകേശാൻ വീക്ഷ്യ ച അമീലയദൃശൗ. ഇനി ഇവിടെ ഭഗവാൻ ബ്രഹ്മദേവൻ ആത്മതന്ത്രിണ എന്ന് പറഞ്ഞു. തൻ്റെ തന്നെ തന്ത്ര എന്ന് പറഞ്ഞാൽ ആലസ്യമാണ്. തന്ത്രിണ ആലസ്യം കൊണ്ട്. അപ്പോൾ ബ്രഹ്മദേവനിലും തന്ത്രയുണ്ട്, ആലസ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആലസ്യത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഭൂതപിശാചാഞ്ച സൃഷ്ടുവ, ഭൂതങ്ങളെയും പിശാചുക്കളെയും സൃഷ്ടിച്ചു. അലസതയാണ്, അലസതയിൽ നിന്നുള്ള സൃഷ്ടിയാണ് ഭൂതപ്രേത പിശാചുക്കൾ. അങ്ങനെ ഭൂതപിശാചാൻ സൃഷ്ടുവ ദിഗ്വാസസഹ, വസ്ത്രമില്ലാത്തവരും മുക്തകേശാൻ, തലമുടി അഴിച്ചിട്ടവരുമായിരിക്കുന്ന അവരെ വീക്ഷ്യ, കണ്ടിട്ട് ദൃശൗ അമീലയത്, രണ്ട് കണ്ണുകളെയും അടച്ചു കളഞ്ഞു. ബ്രഹ്മദേവൻ തന്നെ
തൻ്റെ ആലസ്യത്തിൽ നിന്നുണ്ടായ ഭൂതപിശാചുക്കളുടെ കോലം കണ്ടിട്ട് വസ്ത്രം ധരിക്കാത്തവരും തലമുടി അഴിച്ചിട്ടവരുമായിട്ടുള്ള ഭൂതപിശാചുക്കളെ കണ്ടിട്ട് അദ്ദേഹം തന്നെ ദൃശൗ അമീലയത്, രണ്ട് കണ്ണും പൂട്ടിക്കളഞ്ഞു, കാണാൻ കൊള്ളില്ല എന്നർത്ഥം. അപ്പൊ ഈ പ്രകൃതിയിൽ കാണാൻ കൊള്ളാത്ത എന്തൊക്കെ വൈകൃതങ്ങളുണ്ടോ ഭൂതപിശാചുക്കളാണ്, ബ്രഹ്മദേവന്റെ ആലസ്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. ആ ആലസ്യം നമുക്കും കിട്ടുമ്പോൾ നമ്മുടെ കോലും ഈ ഭൂതപിശാചുക്കളെ പോലെ ആവും. നമ്മുടെ വീടും പരിസരവും ഒക്കെ ഭൂതപ്രേത പിശാചുക്കളുടെ വിഹാരഭൂമി പോലെ ഇരിക്കും. അവിടെ ആരെങ്കിലും വന്ന് കണ്ടാൽ കണ്ണടയ്ക്കും, അല്ലേ? ആര് കണ്ടാലും കണ്ണടയ്ക്കും, അല്ലേ? നമ്മുടെ നഗരങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് കവറുകളിൽ ചപ്പുചവറുകൾ കൂട്ടിയിരിക്കുന്നത് കണ്ടാൽ ആരാ കണ്ണടയ്ക്കാതിരിക്കുക? കണ്ണും മൂക്കും അടയ്ക്കും, വായും അടയ്ക്കും. ശ്വാസം മുട്ടി ചത്താലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണും മൂക്കും വായും അടച്ചിട്ട് വേണം പല സ്ഥലങ്ങളിലും പല സിറ്റികളിലും പല പർവ്വതങ്ങൾ പോലെ കിടക്കുന്നതായിട്ടുള്ള ചവറുകളുടെ അടുത്തുകൂടെ പോകാൻ. അതൊക്കെ ഭൂതപ്രേത പിശാചുക്കളുടെ വാസസ്ഥാനമാണ്. കണ്ടാ കണ്ണടയ്ക്കുന്ന ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ മനുഷ്യന്റെ ആലസ്യത്തിൽ നിന്നുണ്ടായതാണ്. ബ്രഹ്മദേവന്റെ ആലസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആലസ്യം തന്നെ. ഓരോരുത്തരുടെയും ആലസ്യത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്നതാണ് ഈ മൂദേവി. ഇതാണ് ഇവിടെ പറഞ്ഞത്. സൃഷ്ട്വാ ഭൂതപിശാചാംശ്ച ഭഗവാനാത്മതന്ത്രിണ ദിഗ്വാസസോ മുക്തകേശാൻ വീക്ഷ്യ ച അമീലയദൃശൗ ജഗൃഹുസ്തദ്വിസൃഷ്ടാം താം ജൃംഭണാക്യാം തനും പ്രഭോഃ നിദ്രാം ഇന്ദ്രിയവിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യത്തെ. തദ്വിസൃഷ്ടാം പ്രഭോഃ ജൃംഭണാക്യാം താം തനും ജഗൃഹു. തദ്വിസൃഷ്ടാം എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനാൽ ഉപേക്ഷിക്കപ്പെട്ടു, അറപ്പ് തോന്നിയിട്ട് ആ തനുവിനെ. ഏത് തനു? പ്രഭോഹോ ജൃംഭണാക്യാം താം തനു. പ്രഭുവായ ബ്രഹ്മദേവന്റെ ജൃംഭണം. ജൃംഭണം എന്ന് പറഞ്ഞാൽ കോട്ടുവായാണ്. ആലസ്യത്തിൽ നിന്നുണ്ടാവുന്നതാണ് കോട്ടുവായ, അല്ലേ? ഉറക്കം വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് കോട്ടുവായ. അപ്പോൾ ആ ജൃംഭണം എന്നുള്ള കോട്ടുവായാകുന്ന ശരീരത്തിൽ നിന്ന് അതിനെ ഇവര് ഭൂതപ്രേത പിശാചുക്കൾ ഗ്രഹിച്ചു. ജഗൃഹു. ഭൂതപ്രേത പിശാചുക്കൾക്ക് ബ്രഹ്മദേവന്റെ കോട്ടുവായാകുന്ന ശരീരമാണ് കിട്ടിയത്. ബ്രഹ്മദേവന്റെ കോട്ടുവായ ഇവരുടെ ശരീരമായി തീർന്നു, ഗ്രഹിച്ചു. നിദ്രാം യയാ ഭൂതേഷു ഇന്ദ്രിയ വിക്ലേദഃ ദൃശ്യത്തെ. അതിനെ നിദ്രയെന്നും പറയുന്നു. ഏതൊന്നുകൊണ്ട്? യയാ എന്ന് പറഞ്ഞാൽ യാതൊന്നിനാൽ ഭൂതേഷു സകല ചരാചരങ്ങളിലും എന്ന് വെച്ചാൽ ജീവജാലങ്ങളിൽ, മനുഷ്യരിലും പട്ടികളിലും പൂച്ചകളിലും എന്ന് പറഞ്ഞ പോലെ എല്ലാ ജന്തുക്കളിലും ഇന്ദ്രിയ വിക്ലേദഃ ദൃശ്യത്തെ. ഇന്ദ്രിയങ്ങളുടെ ക്ഷീണം കാണപ്പെടുന്നു. ഉറക്കച്ചടവായി, ആലസ്യമായി, നിദ്രയായി ഓരോ ജീവജാലങ്ങളിലും കാണപ്പെടുന്നത് ബ്രഹ്മദേവൻ ഉപേക്ഷിച്ച തൻ്റെ ജൃംഭണാക്യമായ തന്ത്രമയമായിട്ടുള്ള ശരീരമാണ്. ആലസ്യപ്രധാനമായിട്ടുള്ള ശരീരമാണ്. അതിൽ നിന്നാണ് ഭൂതപ്രേതങ്ങൾ ഉണ്ടായത്. അവർ ആ ശരീരത്തെ സ്വീകരിച്ചു, കണ്ടാൽ അറയ്ക്കുന്നതാണ്. രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ആ ഭൂതപ്രേതങ്ങളെക്കുറിച്ചും ജൃംഭണത്തെക്കുറിച്ചും തന്ത്രയെക്കുറിച്ചും നിദ്രയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. യേനോച്ഛിഷ്ടാൻ ദർശയന്തി തം ഉന്മാദം പ്രചക്ഷത്തെ. അപ്പൊ ഏതൊന്നിനാൽ ഉച്ഛിഷ്ടാൻ ദർശയന്തി തം ഉന്മാദം പ്രചക്ഷത്തെ. അതിനെ ഉന്മാദം എന്ന് പറഞ്ഞു. ഇവിടെ ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ ശേഷിച്ചത്, അല്ലേ? എച്ചില് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രാണികൾ ഛർദ്ദിക്കുകയും മലമൂത്ര വിസർജനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഭൂതാദികൾ അവരെ ബാധിക്കുന്നുമാണ്. ഈ ഭൂതപ്രേത പിശാചുക്കൾ എന്ത് ചെയ്യുന്നു? ഉച്ഛിഷ്ടം ചെയ്തവരെ ബാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം ചെയ്തവർ, ഭക്ഷണം കഴിച്ച് വായ കഴുകാത്തവർ,
ഛർദിച്ചിട്ട് വായ കഴുകാത്തവർ, അല്ലേ, കണ്ണിലൂടെയും മൂക്കിലൂടെയൊക്കെ വല്ലതും വന്നാൽ അത് കഴുകാത്തവർ, ഇവരെയൊക്കെയാണ് ഉച്ഛിഷ്ടന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിസർജിച്ചിട്ട് കഴുകാതെ നടക്കുന്നവരെ ഈ ഭൂതപ്രേതങ്ങൾ ബാധിക്കും. നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞിരുന്നു, നമ്മൾ കേട്ടില്ല, അല്ലേ? നമ്മുടെ കാര്യമല്ല, നമ്മുടെ ചുറ്റും കാണുന്നുണ്ട് നമ്മൾ ആൾക്കാർ. അപ്പോൾ എന്ത് ചെയ്താലും ശൗചം ചെയ്യണം. കരഞ്ഞാൽ, കണ്ണിലൂടെ വെള്ളം വന്നാൽ അത് കഴുകണം, കണ്ണ് കഴുകണം. മൂക്ക് ചീറ്റിയാൽ മൂക്ക് കഴുകണം, കയ്യും കഴുകണം. ചെവി തൊട്ടാൽ കൈ കഴുകണം. വായിൽ നിന്ന് തുപ്പിയാലോ ഛർദിച്ചാലോ കഫം വന്നാലോ ഒക്കെ വായ കഴുകണം. ഭക്ഷണം കഴിച്ചാൽ വായ കഴുകണം. മലമൂത്ര വിസർജനം ചെയ്താൽ പറയേണ്ട കാര്യമേ ഇല്ല. എത്ര പ്രാവശ്യം കഴുകണം എന്നൊക്കെ ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയൊന്നും കഴുകിയില്ലെങ്കിലും എങ്ങനെയൊക്കെ കഴുകണം എന്നൊക്കെ ചില സ്മൃതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂത്രമൊഴിച്ചാൽ എത്ര പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകണം, മലം വിസർജിച്ചാൽ മണ്ണുകൊണ്ട് കഴുകിയിട്ട്, ചാണകം തൊട്ട് കഴുകിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് എത്ര പ്രാവശ്യം കഴുകണം, അവസാനം കഴുകി തേഞ്ഞു പോകുന്ന പോലെ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശൗചം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമാണ്, ഭാഗമാണ്. ആ ശൗചം വെടിഞ്ഞവരൊക്കെ ഭൂതപ്രേത പിശാചുക്കളാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ പിശാചുക്കളും ഭൂതങ്ങളും കൂടിയിരിക്കുന്നതിൻ്റെ കാരണം ഈ ശൗചം വെടിഞ്ഞതാണ്. കണ്ടിടത്ത് നിന്ന് മൂത്രമൊഴിക്കുക, എന്നിട്ട് കഴുകലില്ല. കണ്ടിടത്തു നിന്ന് തിന്നുക, എന്നിട്ട് വായ കഴുകലില്ല. അതൊന്നും നല്ല ശീലങ്ങളേ അല്ല. വെള്ളം കുടിക്കുന്നതൊഴിച്ച് ബാക്കി എന്ത് കഴിച്ചാലും വായ കഴുകണം. ചായ കുടിച്ചാലും വായ കഴുകണം. പിന്നെ എന്തെങ്കിലും തിന്നാ കഴുകേണ്ട കാര്യം പറയേണ്ടതുണ്ടോ? എന്ത് കഴിച്ചാലും വായ കഴുകുക. ഏത് വിസർജ്യം ഏത് ഇന്ദ്രിയത്തിലൂടെ വന്നാലും കഴുകുക. ഇതൊക്കെ നമ്മുടെ പൂർവീക സംസ്കാരമായിരുന്നു. അത് ചെയ്യാത്തവരെ ഭൂതപ്രേതങ്ങൾ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഏന ഉച്ഛിഷ്ടാൻ ദർശയന്തി തം ഉന്മാദം പ്രചക്ഷത്തെ. അങ്ങനെ ആ ദോഷം അവർക്കുണ്ടാകുന്നത് ഉന്മാദം എന്ന ദോഷമാകുന്നു. ഒരുവിധം രോഗമാണത്. ഭൂതപ്രേത പിശാചുക്കളുടെ ബാധ കൊണ്ട് ഉണ്ടാകുന്ന ഉന്മാദം എന്ന ഭാവം ഇവർക്ക് ഉണ്ടാകുന്നു. ഊർജസ്വന്തം മന്യമാനഃ ആത്മാനം ഭഗവാൻ അജഃ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ പരോക്ഷേണ അസൃജത് പ്രഭുഃ. ഭഗവാൻ എന്ന് പറയുന്നവിടെ ബ്രഹ്മദേവനെ തന്നെയാണ്. ഐശ്വര്യപൂർണനായ ആ ബ്രഹ്മദേവൻ, പ്രഭുഹു അജഹ, സമർത്ഥനായ അജൻ ബ്രഹ്മദേവൻ, ആത്മാനം ഊർജസ്വന്തം മന്യമാനഃ, തന്നെ തന്നെ നല്ല ബലവാനെന്ന് മനിച്ചുകൊണ്ട്, ബലവാനെന്ന് ഭാവിച്ചുകൊണ്ട്, പരോക്ഷേണ സാധ്യാൻ ഗണാൻ പിതൃഗണാൻ അസൃജത്, പ്രത്യക്ഷ രൂപങ്ങളല്ല പരോക്ഷമായിട്ട് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ രൂപത്തോടു കൂടിയവരായ സാധ്യഗണങ്ങളെയും പിതൃഗണങ്ങളെയും സൃഷ്ടിച്ചു. ഇവർക്ക് സ്ഥൂല ശരീരങ്ങളില്ലാത്തവരാണ് ഇവരൊക്കെ. സാധ്യന്മാര്, പിതൃക്കള് എന്നൊക്കെ പറയുന്നത് പരോക്ഷ രൂപമാണ്, അദൃശ്യ രൂപമാണ്. അവരെ സൃഷ്ടിച്ചു. എവിടുന്ന്? തൻ്റെ ഊർജത്തിൽ നിന്ന്, തൻ്റെ ശക്തിയിൽ നിന്ന്, ബലത്തിൽ നിന്ന്. സ്വയം തന്നെത്താൻ ബലവാനാണെന്ന് കൽപ്പിച്ചുകൊണ്ട് പരോക്ഷേണ സാധ്യാൻ പിതൃഗണാൻ അസൃജത്. ഓരോരുത്തരും ബ്രഹ്മദേവന്റെ ഏതേത് ഭാവത്തിൽ നിന്ന് ഉണ്ടായി എന്ന് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ത ആത്മസർഗം തം കായം പിതരഃ പ്രതിപേദിരേ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വതേ. തേ പിതരഃ ആത്മസർഗം തം കായം പ്രതിപേദിരേ. ആ പിതൃക്കൾ തങ്ങളെ സൃഷ്ടിച്ചതായിട്ടുള്ള ബ്രഹ്മദേവന്റെ ആ ഊർജസ്വന്തമായ കായത്തെ, ബ്രഹ്മദേവന്റെ ആ ഊർജഭാവത്തെ, ബലത്തെ
പ്രതിപേതിരെ അവർ സ്വീകരിച്ചു, പ്രാപിച്ചു. ഇപ്പോൾ ബ്രഹ്മദേവന്റെ ഊർജസ്വന്തമായ കായത്തെ പിതൃക്കൾ പ്രതിപേതിരെ യത് കവയ സാധ്യേഭ്യ പിതൃഭ്യ ച വിതന്വത്തെ. യത് എന്ന് പറഞ്ഞാൽ യാതൊന്നുകൊണ്ട്, എന്തെന്നാൽ അത് നിമിത്തമായിട്ട് കവയ, കവികൾ എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടികളായിട്ടുള്ള മനുഷ്യന്മാർ തന്നെയാണ്, കർമ്മകുശലന്മാരായിട്ടുള്ള ആളുകൾ. സാധ്യേഭ്യ പിതൃഭ്യ ച വിതന്വത്തെ, സാധ്യന്മാർക്കും പിതൃക്കൾക്കുമൊക്കെ ആയിട്ട് ഹവ്യം കവ്യം മുതലായിട്ടുള്ള അന്നാദികളെ വിസ്തരിക്കുന്നു, ശ്രാദ്ധാദികളെ നടത്തി അവരെ പ്രീതിപ്പെടുത്തുന്നു. അപ്പോൾ സാധ്യന്മാർക്കും പിതൃക്കൾക്കും ഹവ്യകവ്യാദികൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നത് അത് സമഷ്ടിക്കുള്ള സന്തോഷമാണ്. ബ്രഹ്മദേവന്റെ ഒരു ബലം എന്നുള്ള ഭാവമാണിത്, അല്ലേ? ബ്രഹ്മദേവന്റെ ബലത്തിൽ നിന്നുണ്ടായ സാധ്യന്മാർക്കും പിതൃക്കൾക്കും നമ്മൾ ഹവ്യം കവ്യം മുതലായിട്ടുള്ള ശ്രാദ്ധങ്ങളെ സമർപ്പിക്കുമ്പോൾ, അവർക്കുള്ള അന്നം കൊടുക്കുമ്പോൾ അവർ ശക്തിയെ പ്രാപിക്കുന്നു. അപ്പോൾ ബ്രഹ്മദേവനും ബലം പ്രാപിക്കുന്നു എന്നർത്ഥമാണ് അതിൻ്റെ പരോക്ഷമായിട്ട്. ആത്മസർഗം തം കായം പിതരഃ പ്രതിപേതിരെ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ്വിതന്വത്തെ സിദ്ധാൻ വിദ്യാധരാൻശ്ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ അദദാത്തമാത്മാനം അദ്ദർദാനാഖ്യമത്ഭുതം. സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മദേവൻ തന്നെയാണ് കഥാനായകൻ. അപ്പം അദ്ദേഹം സഹ സിദ്ധാൻ വിദ്യാധരാൻ ച, സിദ്ധന്മാര് വിദ്യാധരന്മാര് എന്ന് പറയുന്ന ദേവവർഗങ്ങളെ തിരോധാനേന അസൃജത്, തൻ്റെ തന്നെ തിരോധാനം എന്നുള്ള ശക്തി കൊണ്ട് സൃഷ്ടിച്ചു. ബ്രഹ്മദേവന്റെ തിരോധാനം എന്ന് മറയാനുള്ള ശക്തി, അതിൽ നിന്ന് ഈ സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും സൃഷ്ടിച്ചു. അന്തർദാനാഖ്യം അത്ഭുതം തം ആത്മാനം അതതാത്. അന്തർദാനം എന്ന ആഖ്യയോടുകൂടിയത്, എന്ന പേരോടുകൂടിയത് ബ്രഹ്മദേവന്റെ ഈ ശരീരത്തിന്റെ പേര് അന്തർദാനം, തിരോധാനം ചെയ്യാനുള്ള സാമർഥ്യം. അപ്പൊ അന്തർദാനം എന്ന പേരുള്ള അത്ഭുതമായിരിക്കുന്ന തം ആത്മാനം, ആ ശരീരത്തെ, ആത്മാനം എന്നുള്ളത് ബ്രഹ്മദേവന്റെ ശരീരത്തെ അതദാത് അവർക്ക് ദാനം ചെയ്തു. ആർക്ക്? സിദ്ധന്മാർക്കും വിദ്യാധരന്മാർക്കും അന്തർദാനം എന്നുള്ള തൻ്റെ ശരീരത്തെ കൊടുത്തു. അവർക്ക് തിരോധാനം ചെയ്യാനുള്ള ശക്തി അതിലൂടെ കിട്ടി. സിദ്ധാൻ വിദ്യാധരാൻ ചൈവ തിരോധാനേന സോസൃജത് തേഭ്യോ ദദാത്തമാത്മാനം അന്തർദാനാഖ്യമത്ഭുതം. അപ്പം നമുക്ക് ഈ കഴിവൊക്കെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അന്തർദാന സാമർഥ്യമൊക്കെ നമുക്ക് തരാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അതിനുള്ള തപസ്സനുഷ്ഠിച്ചാൽ ബ്രഹ്മദേവൻ അത് തരാൻ സാധിക്കും. അങ്ങനെ കാലാകാലങ്ങളിൽ ഓരോരുത്തർക്കും ആ ശക്തി ബ്രഹ്മദേവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. തന്നെ ശരണം പ്രാപിക്കുന്ന, തന്നെ തപസ്സനുഷ്ഠിച്ച് തന്നോട് വരം ചോദിക്കുന്ന അസുരന്മാർക്കും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള ശക്തികളൊക്കെ ബ്രഹ്മദേവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്കും വേണമെങ്കിൽ ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചാൽ കിട്ടും എന്നർത്ഥം. സ കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മേനാസൃജത് പ്രഭുഃ മാനയന്നാത്മനാത്മാനം ആത്മാഭാസം വിലോകയന്. ആത്മ ആഭാസം വിലോകയന്. ബ്രഹ്മദേവൻ തൻ്റെ തന്നെ ആത്മന ആഭാസം, എന്താണ് ആത്മാഭാസം? പ്രതിബിംബം എന്നർത്ഥം. ആഭാസം എന്ന് പറഞ്ഞാൽ പ്രതിബിംബമാണ്. അപ്പൊ തൻ്റെ പ്രതിബിംബത്തെ വിലോകയൻ നോക്കുന്നവനായിക്കൊണ്ട് പ്രഭുവായ ബ്രഹ്മദേവൻ ആത്മാനം ആത്മനാ മാനയൻ, താൻ തന്നെ തന്നെ ബഹുമാനിക്കുന്നവനായിട്ട്. കൊള്ളാം, തൻ്റെ പ്രതിബിംബം നന്നായിട്ടുണ്ട് അല്ലേ? നമ്മൾ നമ്മുടെ കണ്ണാടി നോക്കി പ്രതിബിംബം കണ്ടാൽ നമ്മൾ സ്വയം മാനിക്കും, കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന്. അങ്ങനെ മാനിക്കുന്നവനായിട്ട് പ്രത്യാത്മേന പ്രഭുഃ സഹ കിന്നരാൻ കിംപുരുഷാൻ അസൃജത്. പ്രത്യാത്മേന എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രതിബിംബം കൊണ്ട്, പ്രത്യാത്മ ശബ്ദം കൊണ്ട് ഇവിടെ പ്രതിബിംബം എന്നർത്ഥം. തൻ്റെ ഛായയിൽ, തൻ്റെ പ്രതിബിംബത്തിൽ നിന്ന് ആ പ്രഭുവായ അദ്ദേഹം കിന്നരന്മാരെയും കിംപുരുഷന്മാരെയും സൃഷ്ടിച്ചു. ദേവവർഗത്തിൽ തന്നെ പെട്ടതാണ്
കിന്നരന്മാരും കിംപുരുഷന്മാരുമൊക്കെ ദേവന്മാരെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് പാടുകയും വാദ്യങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെയൊക്കെ തൻ്റെ പ്രതിബിംബത്തിൽ നിന്ന് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു എന്നാണ്. സ കിന്നരാൻ കിം പുരുഷാൻ പ്രത്യാത്മേനാസൃജത് പ്രഭു മാനയൻ ആത്മനാത്മാനം ആത്മാഭാസം വിലോകയൻ. നല്ല സൗന്ദര്യമുള്ളവരാണ് ഈ കിന്നരന്മാരും കിംപുരുഷന്മാരുമൊക്കെ. അത് ബ്രഹ്മദേവന്റെ പ്രതിബിംബത്തിൽ നിന്നുണ്ടായി എന്നാണ്. തേ തു തജ്ജഗൃഹൂരൂപം ത്യക്തം യത് പരമേഷ്ടിന മിഥുനീഭൂയ ഗായന്തഃ തമേവ ഉഷസി കർമ്മഭിഃ. പരമേഷ്ടിനാ ത്യക്തം യത് തദ്രൂപം തേ തു ജഗൃഹു. പരമേഷ്ടി, വലിയ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരാ? ബ്രഹ്മദേവൻ. ആ പരമേഷ്ടിയായ ബ്രഹ്മദേവനാൽ ത്യക്തം യത് രൂപം, ഏത് രൂപത്തെ, ഏതൊരു പ്രതിബിംബ രൂപത്തെ അദ്ദേഹം ഉപേക്ഷിച്ചുവോ അവര് ആര്? ഈ പറഞ്ഞ കിന്നര കിംപുരുഷന്മാര് തേ തു ജഗൃഹു, അവരതിനെ സ്വീകരിച്ചു. ബ്രഹ്മദേവന്റെ പ്രതിബിംബ ശരീരത്തെ കിന്നര കിംപുരുഷന്മാർ സ്വീകരിച്ചു. എന്നിട്ടോ ഉഷസി കർമ്മഭിഹി മിഥുനീഭൂയ ഗായന്തഃ. ഉഷസി, പുലർകാലങ്ങളിൽ കർമ്മഭിഹി, ബ്രഹ്മാവ് ചെയ്ത അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെ പ്രശംസിച്ചുകൊണ്ട് മിഥുനീഭൂയ, ഭാര്യാഭർത്താക്കന്മാരോട് കൂടി ചേർന്ന് ഗായന്തഃ, ഗാനം ചെയ്യുന്നു, ബ്രഹ്മദേവനെ സ്തുതിക്കുന്നു. ആര്? ഈ കിന്നരന്മാരും കിംപുരുഷന്മാരും രാവിലെ നേരത്തെ ഉഷസി. ബ്രഹ്മദേവന്റെ വലിയ കർമ്മങ്ങളെ പുകഴ്ത്തുന്നവരായി തീർന്നു കിന്നര കിംപുരുഷന്മാർ, അവരുടെ ഭാര്യാസമേതന്മാരായിക്കൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് പാട്ടുപാടുന്നവരായി ഭവിച്ചു എന്നൊക്കെ അർത്ഥം. ദേഹേന വൈ ഭോഗവദാശയാനോ ബഹുചിന്തയ സർഗേ അനുപചിതേ ക്രോധാത് ഉത്സസർജഃ തദ്വപൂ. യേ അഹീയന്താമുദക്കേശ അഹയസ്തേ അംഗജജ്ഞിരേ സർപ്പാ പ്രസർപ്പത ക്രൂര നാഗാ ഭോഗോരുകന്ദരഃ കന്ദരാഃ. 2 ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്ന് സർപ്പങ്ങൾ, നാഗങ്ങൾ ഒക്കെ ഉണ്ടായതിനെക്കുറിച്ച്, ഉരകങ്ങൾ ഉണ്ടായതിനെക്കുറിച്ചാണ് പറയുന്നത്. ദേഹേന വൈ ഭോഗവത ശയാനോ ബഹുചിന്തയ സർഗേ അനുപചിതേ ഭോഗവതാ ദേഹേന ബഹുചിന്തയാ ശയാനഃ ക്രോധാത് തദ്വപുഃ ഉത്സസർജ. സർഗേ അനുപചിതേ സതി. ബ്രഹ്മദേവൻ എത്ര പെടാപാടുപെട്ടിട്ടും സർഗം, സൃഷ്ടി ഇനിയും താൻ വിചാരിച്ച പോലെ മൾട്ടിപ്പിൾസ് ആയിട്ട് വർദ്ധിക്കുന്നില്ല, കൂടുതലായിട്ട് വർദ്ധിക്കുന്നില്ല, പെരുകുന്നില്ല. അങ്ങനെ സർഗേ അനുപചിത്തെ, ഉപചിതി പ്രാപിക്കാതിരുന്നപ്പോൾ, വേണ്ടതുപോലെ അഭിവൃദ്ധി പ്രാപിക്കാതിരുന്നപ്പോൾ, ഭോഗവതാ ദേഹേന ബഹുചിന്തയാ ശയാനഃ, തൻ്റെ വലിയ ശരീരത്തോടുകൂടി, സ്ഥൂല ശരീരത്തോടുകൂടി, ഭോഗശരീരം, അതോടുകൂടി ബഹുചിന്തയാ ശയാനഃ, ബഹുവിധ വിചാരങ്ങളോടുകൂടി ശയിക്കുന്നവനായിട്ട്, കിടക്കുന്നവനായിട്ടുള്ള ബ്രഹ്മദേവൻ ക്രോധാത് തദ്വപുഃ ഉത്സസർജ. അദ്ദേഹത്തിന് ക്രോധം വന്നു. തൻ്റെ സൃഷ്ടി വേണ്ട പോലെ ആവുന്നില്ലല്ലോ, താൻ എന്ത് ചെയ്തിട്ടും ഒരു പൂർണ്ണത കിട്ടുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ ആ ശരീരത്തെയും, കിടക്കുന്ന ഭോഗവതായിരിക്കുന്ന ശയാന ശരീരത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു. ആ ക്രോധാത്മകമായ, അതിൽ ക്രോധമുണ്ട് അല്ലേ, ക്രോധം ഉണ്ടായി എന്ന് പറഞ്ഞു. ക്രോധാത് ഉത്സസർജ, ക്രോധത്തോടുകൂടെ ആ ശരീരത്തെ ഉപേക്ഷിച്ചു. അപ്പോൾ ആ ശരീരം, ക്രോധമുള്ളതും ഭോഗവതുമായിരിക്കുന്ന ആ ശരീരം, ഹേ അംഗ, ഹേ വിദുര, അമുതഃ ഏ കേശാഃ അഹീയന്ത തേ അഹയഃ. ആ ബ്രഹ്മദേവൻ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കേശങ്ങൾ, തലമുടി അഹീയന്ത, അഴിഞ്ഞു കിടന്നിരുന്നു. അഹീയന്ത എന്ന് പറഞ്ഞാൽ അഴിഞ്ഞു കിടന്നു എന്നർത്ഥമാണ്. അങ്ങനെ അഴിഞ്ഞു കിടന്നപ്പോൾ തേ അഹയഃ, അത് അഹികളായി ഭവിച്ചു. ഇവിടെ അഹി എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നർത്ഥം. അപ്പോൾ ഇഴഞ്ഞു കിടന്ന തലമുടി ഇഴയുന്ന ജന്തുക്കളായി മാറി, അഹികളായിട്ട് മാറി. അപ്പോൾ അഹി എന്ന് പറഞ്ഞാൽ ഇഴജന്തു എന്നർത്ഥമാണ്, പാമ്പ് എന്നർത്ഥമാണ്. അപ്പോൾ അവർ അഹികളായിട്ടും, പ്രസർപ്പതഃ സർപ്പാഹ, വളരെ വേഗത്തിൽ പോകുന്നത്, പ്രസർപ്പിക്കുക, പ്രകർഷേണ സർപ്പിക്കുക,
വളരെ വേഗത്തിൽ വ്യാപിക്കുന്നത്, അത് സർപ്പങ്ങളായിട്ട് ഭവിച്ചു. അപ്പോൾ അഹി എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ്, അണലി മുതലായിട്ട് അധികം വേഗമില്ലാതെ ഇഴയുന്ന ജന്തുക്കളുണ്ട് അല്ലേ, ഇഴയുന്ന പാമ്പുകളുണ്ട്. പെരുമ്പാമ്പിനൊന്നും വളരെ വേഗത്തിൽ സഞ്ചരിക്കാനാവില്ല. അതുകൊണ്ട് പെരുമ്പാമ്പിനെയാണ് അഹി എന്ന് പൊതുവെ പറയുക. മൂർഖൻ പാമ്പിനെ അഹി എന്ന് അങ്ങനെ പറയാറില്ല. അപ്പോൾ ഇഴജന്തു, വളരെ പതുക്കെ ഇഴയുന്ന ജന്തുക്കൾ അഹികൾ, വളരെ വേഗത്തിൽ ഓടുന്നത് സർപ്പങ്ങൾ. അതാണ് പ്രസർപ്പത സർപ്പാഹ. ഭോഗോരുകന്ധരാഹ നാഗാഹ ജജ്ഞിരെ. വലിയ ഭോഗങ്ങൾ, ഭോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ പടം എന്നർത്ഥമുണ്ട്. ശിരസ് വലുതായിരിക്കുന്നതും അതുപോലെ ഉരുകന്ധരാഹ തടിച്ച കഴുത്തോടു കൂടിയതും ആയിരിക്കുന്ന അവർ നാഗങ്ങളായിട്ടും ഭവിച്ചു. നാഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ പടമുള്ളതായിട്ടുള്ള നാഗങ്ങൾ ജജ്ഞിരെ ജനിച്ചു എന്നർത്ഥം. അപ്പോൾ അഹികൾ, സർപ്പങ്ങൾ, നാഗങ്ങൾ, 3 വിധത്തിലുള്ള ഈ പാമ്പിൻ്റെ വർഗങ്ങളാണ്. അഹികൾ വളരെ പതുക്കെ മാത്രം സഞ്ചരിക്കുന്ന പെരുമ്പാമ്പ് മുതലായവ, വേഗത്തിൽ ഓടുന്നവ സർപ്പങ്ങൾ, തല വലുതായിരിക്കുന്ന പത്തിയുള്ളത് അത് നാഗങ്ങൾ എന്നും. അങ്ങനെ സർപ്പജാതിയിലെ 3 വിഷയങ്ങൾ ഉണ്ടായി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ക്രോധത്തിൽ നിന്നാണ് ഈ വർഗം ഉണ്ടായത്. അതുകൊണ്ട് അവരുടെ സ്വഭാവം എന്താണ്? എന്നിട്ട് എപ്പോഴും ക്രോധിക്കുന്ന സ്വഭാവം. ബ്രഹ്മാവ് എഴഞ്ഞു കിടന്നപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ട് അവർ ഉരകങ്ങളായി ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്ന ജന്തുക്കളായിട്ട് മാറി. അപ്പോൾ ഭൂമിയിൽ കിടക്കുന്ന ബ്രഹ്മദേവൻ ചിന്തിച്ച് ക്രോധം വന്ന് തനിക്ക് താൻ ചെയ്തതൊന്നും വേണ്ടതുപോലെ ആയില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം ദേഷ്യപ്പെട്ട് ആ ക്രോധത്തിൽ നിന്നുണ്ടായതാണ്. ആ ശരീരം ഉപേക്ഷിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായതാണ് ഈ പാമ്പുകളുടെ ജന്മം. ഉതഃ കേശ അഹയസ്തേ അംഗജജ്ഞിരേ സർപ്പാ പ്രസർപ്പത ക്രൂര നാഗാ ഭോഗോരുകന്ധരാഹ. ഇനി ഇതാ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയാൻ പോകുന്നു. സ ആത്മാനം മന്യമാനഃ കൃതകൃത്യം ഇവാത്മഭൂഃ തദാ മനൂൻ സസർജാന്തേ മനസാ ലോകഭാവനാൻ തേഭ്യസ്സോത്യസൃജത് സ്വീയം പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വാ യേ പുരാ സൃഷ്ടാഃ പ്രശശംസുഃ പ്രജാപതിം അഹോ യേതജ്ജഗൽ സൃഷ്ടഃ സുകൃതം വദതേ കൃതം പ്രതിഷ്ഠിതാ ക്രിയാ യസ്മിൻ സാകം അന്നമദാമഹേ തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിനാ ഋഷിർഋഷികേശഃ സസർജാഭിമദാ പ്രജാഃ തേഭ്യശ്ചൈകൈകശസ്വസ്യ ദേഹസ്യാംശം അദാദജഃ യത്തൽ സമാധിയോഗർദ്ധി തപോ വിദ്യാ വിരക്തിമത്. അപ്പം ഇങ്ങനെ 5 ശ്ലോകങ്ങളെ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യൻ്റെ മഹിമയും. ഇപ്പം ബ്രഹ്മദേവന് തന്നെ എത്ര സന്തോഷമായി മനുഷ്യനെ സൃഷ്ടിച്ചതും എന്നുള്ളതാണ് ഈ ഇതിൽ പറയുന്നത്. നമുക്ക് ഓടിച്ച് പറയാം, നോക്കാം. സ ആത്മാനം മന്യമാനഃ കൃതകൃത്യം ഇവ ആത്മഭൂഃ തദാ മനൂൻ സസർജ അന്തേ മനസാ ലോകഭാവനാൻ. സഹ ആത്മഭൂഃ, ആ സ്വയംഭൂ, ആത്മഭൂ എന്ന് പറഞ്ഞാൽ സ്വയംഭൂ ബ്രഹ്മദേവൻ, യഥാ ആത്മാനം കൃതകൃത്യം ഇവ മന്യമാനഃ, ഏത് നിമിഷത്തിലാണോ അദ്ദേഹം തന്നെ ആത്മാനം കൃതകൃത്യം ഇവ മന്യമാനഃ, ചെയ്യേണ്ടത് ചെയ്തു എന്ന് കൃതകൃത്യനെന്ന് മനിക്കുന്നവനായി വിചാരിക്കുന്നവനായി ഭവിച്ചത്, തഥാ അന്തേ, അപ്പോൾ അവസാനത്തില് മനസാ ലോകഭാവനാൻ മനൂൻ സസർജ, തൻ്റെ മനസ്സുകൊണ്ട് ഈ ലോകങ്ങളെ മുഴുവൻ രക്ഷിക്കുവാനും വർദ്ധിപ്പിക്കുവാനും ശേഷിയുള്ളവരായ മനുക്കളെ സൃഷ്ടിച്ചു. ഇവിടെ സ്വയംഭൂവ മനു മാത്രമല്ല, മനുഷ്യവർഗത്തെ മൊത്തത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതിൽ ശ്രേഷ്ഠന്മാരായവരൊക്കെ മനുക്കൾ തന്നെ. എല്ലാവരും നമ്മളൊക്കെ മനുക്കളാവണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ, അത് തന്നെയാണ് അർത്ഥം. ട്രൈ ടു ബിക്കം മനു.
മനുവിനെ പോലെ ആകൂ എന്ന് തന്നെയാണ് മനുഷ്യ ശബ്ദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ബ്രഹ്മദേവൻ എപ്പോഴാണോ അദ്ദേഹത്തിനൊരു കൃതകൃത്യത ഫീൽ ചെയ്തത്, അപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സുകൊണ്ട് ലോകത്തെ വർദ്ധിപ്പിക്കുന്ന, ലോകത്തെ വളർത്തുന്ന, രക്ഷിക്കുന്നവരായിട്ടുള്ള മനുഷ്യരെ സൃഷ്ടിച്ചു, മനുക്കളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ. ധർമ്മം പരിപാലിച്ചുകൊണ്ട് എല്ലാ ജീവരാശികളെയും രക്ഷിച്ചുകൊണ്ട് ലോകത്തെ നിലനിർത്തുന്നവരാണ് മനുഷ്യന്മാരും മനുക്കളും. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ മനുക്കളെ അനുസരിക്കേണ്ടവരാണ്. മനുക്കൾ എന്ത് കാണിച്ചു തന്നു അതനുസരിച്ച് ജീവിക്കേണ്ടവരാണ് മനുഷ്യന്മാർ. അതുകൊണ്ട് മനുഷ്യന്മാരും മനുക്കളും വേറെ വേറെ അല്ല. മനുക്കൾ മാതൃകാപുരുഷന്മാർ, മനുഷ്യർ അവരെ പിന്തുടരേണ്ടവർ. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഈ ലോകത്തെ പോഷിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ലോകത്തിന് അഭ്യുദയമുണ്ടാകണം. അത് നമ്മുടെ ശ്രേയസ്സിനായിക്കൊണ്ടും ഭവിക്കും. ആത്മനോ മോക്ഷായ ജഗത് ഹിതായ ച. ആ ധർമ്മം പരിപാലിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ അഭ്യുദയ നിശ്രേയസങ്ങൾക്ക് കാരണമായിത്തീരുന്നു. അപ്പോൾ സ ആത്മാനം മന്യമാനഃ കൃതകൃത്യം ഇവ ആത്മഭൂഃ തദാ മനൂൻ സസർജ അന്തേ മനസാ ലോകഭാവനാൻ തേഭ്യസ്വ അത്യസൃജത് സ്വീയം പുരം പുരുഷമാത്മവാൻ താൻ ദൃഷ്ട്വാ യേ പുരാ സൃഷ്ടാഃ പ്രശംസുഃ പ്രജാപതിം. ആത്മവാൻ സഹ, ആ ധീരനായ സ്വാമിയായ തൃപ്തനായ നായകനായ ബ്രഹ്മദേവൻ തേഭ്യഃ, ഈ മനുഷ്യന്മാർക്കായിക്കൊണ്ട്, മനുക്കൾക്കായിക്കൊണ്ട് സ്വീയം പുരുഷം പുരം അത്യസൃജത്, സ്വീയം തൻ്റേതായ സ്വകീയമായ പുരുഷം പുരം, പുരുഷാകൃതിയെ, പുരുഷ ശരീരത്തെ, മനുഷ്യ ശരീരത്തെ ബ്രഹ്മദേവൻ തനിക്ക് തുല്യമായ ശരീരമാണ് ആർക്ക് തരുന്നത്? മനുഷ്യന്മാർക്ക് തരുന്നത്. മറ്റുള്ളവർക്കൊക്കെ വേറെ വേറെ ശരീരങ്ങളാണ്. എന്നാൽ മനുഷ്യന് തൻ്റെ തന്നെ ശരീരത്തെ കൊടുക്കുകയാണ് ബ്രഹ്മദേവൻ. അതാണ് ഇവിടെ സ്വീയം പുരുഷം പുരം അത്യസൃജത്, അതിസർജിച്ചു, കൊടുത്തു. പുരാ യേ സൃഷ്ടാഃ താൻ ദൃഷ്ട്വാ പ്രജാപതിം പ്രശംസുഃ. പുരാ, പണ്ട്, മുമ്പ്, യേ സൃഷ്ടാഃ, ആരെയൊക്കെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചിരുന്നുവോ അവരൊക്കെ ഇവരെ കണ്ടിട്ട്, മനുക്കളെ കണ്ടിട്ട്, താൻ ദൃഷ്ട്വാ പ്രജാപതിം പ്രശംസുഃ, ആ ബ്രഹ്മദേവനെ, പ്രജാപതിയെ പ്രശംസിച്ചു. അപ്പോൾ നമുക്ക് മുമ്പേ ഉണ്ടായിരിക്കുന്ന മറ്റ് ജീവജാലങ്ങൾ എല്ലാവരും തന്നെ മനുഷ്യനെ കണ്ടപ്പോൾ ബ്രഹ്മദേവനെ, സൃഷ്ടികർത്താവിനെ വെൽ ഡൺ, വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് ധാരാളം ലൈക്കും ഷെയറും കൊടുത്തു. അഹോ ഏതജ്ജഗൽ സ്രഷ്ടഃ സുകൃതം ബദതേ കൃതം പ്രതിഷ്ഠിതാ ക്രിയാ യസ്മിൻ സാഗമന്നം അദാമഹേ. അവരുടെ പ്രശംസാ വചനങ്ങളാണ്. ജഗൽ സ്രഷ്ടഃ തേ കൃതമേതത് സുകൃതം. ഹേ ജഗൽ സ്രഷ്ടഃ, ജഗത്തിന്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവ, തേ കൃതമേതത്, അങ്ങയാൽ ചെയ്യപ്പെട്ട ഈ പ്രവൃത്തിയുണ്ടല്ലോ, സുകൃതം, സുകൃതം, സുഷ്ടുകൃതം, വെൽ ഡൺ, വെൽ ഡൺ, വളരെ ശോഭനമായ പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തത് എന്ന് എല്ലാവരും ആ ബ്രഹ്മദേവനെ പ്രശംസിച്ചു. ജഗൽ സൃഷ്ടഃ തേ ഏതത് കൃതം സുകൃതം ബദ, സുകൃതം, സുകൃതം. അഹോ ബദ, അഹോ ബദ, അത്യാശ്ചര്യം തന്നെ, അത്യാശ്ചര്യം തന്നെ എന്ന് പറഞ്ഞ് ആ മനുഷ്യ സൃഷ്ടി ചെയ്ത ബ്രഹ്മദേവനെ പുകഴ്ത്തി. ഇപ്പൊ ബ്രഹ്മദേവൻ നാണിക്കുണ്ടാവും, വേണ്ടിക്കിടന്നിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലേ? ഇപ്പോഴാണെങ്കിൽ ഇവരൊക്കെ ചീത്തയും വിളിക്കുന്നുണ്ടാവും ബ്രഹ്മദേവനെ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളും നമ്മളെ ചീത്ത വിളിക്കും, ബ്രഹ്മദേവനെയും ചീത്ത വിളിക്കും. നമ്മളിൽ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ ജ്യേഷ്ഠന്മാരായി ജനിച്ച ജന്തുക്കളൊക്കെ ബ്രഹ്മദേവനെ പുകഴ്ത്തി സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അഹോബദ, സുഹൃതം, സുഹൃതം എന്ന് പറഞ്ഞു. എന്നാൽ യസ്മിൻ ക്രിയാഹ പ്രതിഷ്ഠിതാഹ സാകം വയമന്നം മദാമഹേ. അവർ പ്രശംസിക്കുകയാണ്. യസ്മിൻ, ഏതൊരു മനുഷ്യ സൃഷ്ടിയിൽ, ക്രിയാഹ പ്രതിഷ്ഠിതാഹ, ഈ സൃഷ്ടിയിലാണ് ഈ ലോകത്തിന്റെ ക്രിയകളെല്ലാം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്, നിലനിൽക്കാൻ പോകുന്നത്.
ഈ ലോകത്തിലെ സകലമാന നല്ല കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഈ മനുഷ്യർക്ക് അധീനമാണ്, അവരാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സാകം വയം അന്നം മദാമഹേ, അവരോട് കൂടെ ചേർന്ന് ഞങ്ങളും ഭക്ഷണം കഴിക്കും. സാകം അവരോട് കൂടെ, സഹ എന്നുള്ള അർത്ഥം തന്നെയാണ് സാകം, ടുഗെദർ. വയം ഞങ്ങളും അന്നം മദാമഹേ, അന്നത്തെ ഭുജിക്കും എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കുള്ള ഹവിസ്സും പിതൃക്കൾക്കുള്ള കവ്യവും സകല ചരാചരങ്ങൾക്കുള്ള അന്നങ്ങളും കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളവനാണ് മനുഷ്യൻ. എല്ലാവരെയും തീറ്റിപ്പോറ്റേണ്ട കുടുംബനാഥനാണ് മനുഷ്യൻ. ഈ പ്രപഞ്ചം, ഈ ഭൂമിയുടെ കുടുംബനാഥന്മാരാണ് നമ്മൾ മനുഷ്യന്മാർ. മറ്റു ജന്തുക്കളൊക്കെ നമ്മുടെ ആശ്രിതന്മാരാണ്. ജന്തുക്കൾ മാത്രമല്ല, ദേവന്മാരും പിതൃക്കളും അടക്കം സകല ദേവവർഗത്തിൽപ്പെട്ടവരും എല്ലാവരും നമ്മളെ ആശ്രയിച്ചുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മം കൊണ്ട് ആ സജ്ജനങ്ങളൊക്കെ പോഷിപ്പിക്കപ്പെടുന്നു. നമ്മൾ അവരെ പട്ടിണിക്കിട്ടുകൊണ്ട് നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്താലോ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ വൃദ്ധിയെ പ്രാപിക്കും. അവർക്ക് കൊടുക്കാതിരിക്കേണ്ട, അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് അത്യാവശ്യത്തിന് മാത്രം കൊടുക്കുക, അവരെയും പരിഗണിക്കുക. കാരണം ബ്രഹ്മദേവന്റെ ഇന്ന അവയവങ്ങളിൽ നിന്ന് ഇന്ന ഭാവങ്ങളിൽ നിന്നുണ്ടായവരാണ്. സോ ലീവ് ആൻഡ് ലെറ്റ് ലീവ്. എല്ലാവരും ജീവിച്ചോട്ടെ. ഉരകങ്ങളൊക്കെ ജീവിക്കണ്ടേ, വേണം. എല്ലാ ഇഴജന്തുക്കളും ജീവിച്ചോട്ടെ. അവരെ അവരുടെ പാട്ടിന് വിട്ടുകൊണ്ട് അവരെ അധികം ഹിംസിക്കാനുള്ള ഇടയുണ്ടാക്കാതെ അവരെയും ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് എല്ലാ വൈവിധ്യങ്ങളും ഇവിടെ വേണ്ടതാണ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ബഹുമാനിക്കാം. എങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സജ്ജനങ്ങളെ നമ്മൾ അധികം പോഷിപ്പിക്കണം. ദേവന്മാരെയും പിതൃക്കളെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ആരാധിക്കണം, പോഷിപ്പിക്കണം. മറ്റവർ തന്നെ വളർന്നോളും. അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി, തന്നെത്താൻ വൃദ്ധി പ്രാപിച്ചോളും. അപ്പം ഇതൊക്കെ ഇതിൽ സൂചനയുണ്ട്. നമ്മളാണ്, മനുഷ്യനാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തീരുമാനിക്കുന്നവർ. നമ്മുടെ പ്രവൃത്തിയാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം. എല്ലാവരും നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, സകല ജീവജാലങ്ങളും. അതാണ് ഇവിടുത്തെ സൂചന. അഹോ ഏതജ്ജഗൽ സൃഷ്ടഃ സുഹൃതം വദതേ കൃതം പ്രതിഷ്ഠിതാ ക്രിയാ യസ്മിൻ സാകം അന്നമദാമഹേ തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിന ഋഷീൻ ഋഷിർഋഷികേശഃ സസർജാഭിമദാ പ്രജാഃ. അപ്പോൾ പിന്നീട് ബ്രഹ്മദേവൻ തൻ്റെ തന്നെ തപസ്, വിദ്യ, സമാധി, യോഗം ഇതൊക്കെ കൊണ്ട്, ബ്രഹ്മദേവന്റെ ഉത്കൃഷ്ട ഗുണങ്ങളാണ് തപസ്. ജ്ഞാനസ്വരൂപമാണ് തപസ്. യസ്യ ജ്ഞാനമയം തപഃ. അപ്പൊ തൻ്റെ ജ്ഞാനം അത് തന്നെയാണ് തപസ്. ജ്ഞാനസ്വരൂപമായ തപസ്സുകൊണ്ടും വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസനയാണ്, ഭഗവാന്റെ ഉപാസനയാണ് വിദ്യ. അപ്പോൾ ഉപാസനാസ്വരൂപമായ വിദ്യ കൊണ്ടും സുസമാധിന നല്ല സമാധി അഭ്യാസം കൊണ്ട്, ഏകാഗ്രത കൊണ്ടും, യോഗ അഭ്യാസങ്ങളെ കൊണ്ടും യുക്തഃ യോജിച്ചവനായിട്ട്, ഋഷികേശ, അവിടെ ബ്രഹ്മദേവനെയാണ് ഋഷികേശൻ എന്ന് പറയുന്നത്. ഋഷികങ്ങളെ ഈശിച്ചവൻ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിട്ട്, ബ്രഹ്മദേവൻ സ്വയം തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിട്ട്, ഋഷിയായിട്ടുള്ള ബ്രഹ്മദേവൻ വേദങ്ങളെയൊക്കെ കണ്ടവനാണ്. എന്താ പറയുക, മന്ത്രദ്രഷ്ടാവായിട്ടുള്ള ഋഷിയാണ് ബ്രഹ്മദേവൻ. ആ ഋഷിയായ ബ്രഹ്മദേവൻ അഭിമതാഹ പ്രജാഹ ഋഷീൻ സസർജ, തനിക്ക് സമ്മതന്മാരും തൻ്റെ സന്താനങ്ങളുമായിട്ടുള്ള ഋഷിമാരെ സൃഷ്ടിച്ചു. ഇപ്പൊ ബ്രഹ്മദേവന്റെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ നല്ല ഗുണങ്ങളിൽ നിന്നുണ്ടായ പുത്രന്മാരെയാണ് ഇവിടെ ഋഷിമാർ എന്ന് പറയുന്നത്. ഋഷിമാരാകുന്ന പ്രജകളെയും അദ്ദേഹം സൃഷ്ടിച്ചു. ഒക്കെ മനുഷ്യന്മാരിൽ പെട്ടത് തന്നെയാണ്, പക്ഷെ ഉയർന്ന ഗുണത്തിൽ നിന്ന് ഉണ്ടായവരാണ്. തപസ്, വിദ്യ, യോഗം, സമാധി എന്നീ ഗുണങ്ങൾ തികഞ്ഞവർ, ബ്രഹ്മദേവന്റെ ആ ഗുണത്തിൽ നിന്ന് ആവിർഭവിച്ചവർ, ആ ഗുണങ്ങളൊക്കെ ആർജിച്ചിട്ടുള്ളവർ ഋഷിമാർ.
തപസാ വിദ്യയാ യുക്തോ യോഗേന സുസമാധിന ഋഷീൻ ഋഷികേശഃ സസർജാഭിമതാ പ്രജാഃ. നമ്മുടെ പ്രജാപതിമാരൊക്കെ ഈ വർഗത്തിൽ പെടുന്നവരാണ്. തേഭ്യശ്ച ഏകൈകശഃ സ്വസ്യ ദേഹസ്യ അംശം അദാത് അജഃ യത്തൽ സമാധി യോഗർദ്ധി തപോ വിദ്യാ വിരക്തിമത്. അപ്പൊ ആ ഋഷിമാർക്ക് ബ്രഹ്മദേവൻ തന്റെ ശരീരത്തിന്റെ ഓരോ അംശങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അതാണ് തേഭ്യശ്ച, അവർക്ക്, ആ ഋഷിമാർക്ക് ഏകൈകശഃ സ്വസ്യ ദേഹസ്യ അംശം അദാത് അജഃ. അജഃ അജൻ ബ്രഹ്മാവ് അദാത് ദാനം ചെയ്തു. എന്താണ് കൊടുത്തത്? സ്വസ്യ ദേഹസ്യ അംശം, തൻ്റെ ദേഹത്തിൻ്റെ അംശം. എങ്ങനെയുള്ളതാണ് ആ ദേഹം? സമാധി യോഗർദ്ധി തപോ വിദ്യ വിരക്തി മത്, ഇങ്ങനെയുള്ള ഗുണങ്ങൾ. അദ്ദേഹത്തിൻ്റെ സമാധി എന്ന ഗുണം, ചിത്തത്തിൻ്റെ നിരോധമാണ് സമാധി. അതുപോലെ യോഗർദ്ധി എന്ന് പറഞ്ഞാൽ യോഗ ഐശ്വര്യം. അതുപോലെ തപസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന, വിരക്തി എന്ന് പറഞ്ഞാൽ വൈരാഗ്യം. അങ്ങനെയുള്ള തൻ്റെ ദേഹത്തെ ഈ ഋഷിമാർക്ക് ഏകൈകശഃ അതാത് ഓരോന്നായിട്ട് വിഭജിച്ചു കൊടുത്തു. അതാണ് ഈ ലോകത്തിൽ ഋഷിമാരിൽ തന്നെ വൈവിധ്യം കാണുന്നത്. ചില ഋഷിമാർ എപ്പോഴും ധ്യാനനിരതരായി സമാധി അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു. ചില ഋഷിമാർ സിദ്ധികളുടെ പുറകെയാണ്, യോഗൈശ്വര്യം, ധാരാളം സിദ്ധികളൊക്കെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള യോഗീശ്വരന്മാർ. ചിലർ ജ്ഞാനം അവരുടെ പ്രധാന ലക്ഷ്യമാക്കിക്കൊണ്ട് ജ്ഞാനികളായിരിക്കുന്നു, രമണ മഹർഷിയെ പോലെയുള്ളവരൊക്കെ. അതുപോലെ ഉപാസനാ പ്രധാനികളായിരിക്കുന്നവർ, രാമകൃഷ്ണ പരമഹംസരെ പോലെയുള്ളവർ. ഉപാസന, ചിലർക്ക് ഉപാസനയാണ് പ്രത്യേകത. വൈരാഗ്യം, വേറെ ചിലർ ശുദ്ധ വൈരാഗ്യത്തോടു കൂടിയവരായിട്ടിരിക്കുന്നു. അതിങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഗുണം ബ്രഹ്മദേവന്റെ അംശങ്ങൾ പങ്കിട്ട് കൊടുത്തതാണെന്നാണ്. അതാണ് സമാധി യോഗർദ്ധി തപോ വിദ്യ വിരക്തിമത് യത് തത് ദേഹസ്യ അംശം സ്വസ്യ ദേഹസ്യ അംശം അത് ഏകൈകശഃ തേഭ്യഃ അജഃ അതാത്. ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളെ വിഭജിച്ചു കൊടുത്തു, ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച്. നിനക്കേതാ വേണ്ട അല്ലേ? നമ്മൾ അച്ഛനമ്മമാരെന്താണ്, ഭൂമിയും സ്വർണ്ണാഭരണങ്ങളും ബിസിനസ്സും വാഹനങ്ങളും ഒക്കെ പങ്കിട്ട് കൊടുക്കും. ബ്രഹ്മദേവൻ തന്നെ പങ്കിട്ട് കൊടുത്തു. തൻ്റെ സ്വഭാവ ഗുണങ്ങളെ, തൻ്റെ നന്മകളെ എല്ലാം തന്നെ തൻ്റെ മക്കൾക്കായിക്കൊണ്ട് ദായക്രമത്തിൽ അങ്ങോട്ട് വീതിച്ചു കൊടുത്തു. എന്നാ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും പങ്കിട്ട് കൊടുത്തു. അതൊക്കെ സ്വീകരിച്ചവർ അതാത് സ്വഭാവം കാണിക്കുന്നു. അവരത് സ്വീകരിക്കാൻ കാരണവും അവരുടെ പൂർവ്വ സ്വഭാവമാണ്. എനിക്കിത് മതി എന്ന് പറഞ്ഞാൽ അവർ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അത് വിഭജിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു സൃഷ്ടിയെക്കുറിച്ച് ഒരു സാമാന്യമായിട്ട് ഇവിടെ ഈ അധ്യായത്തിൽ പറഞ്ഞു. ഇനി വിശേഷമായിട്ട് മനുക്കളിൽ നിന്നുള്ള സൃഷ്ടിക്രമത്തെക്കുറിച്ച് അടുത്ത അധ്യായം തൊട്ട് പറയും. ഇത് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു അധ്യായമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മറ്റുള്ള സൃഷ്ടികളെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മളെക്കുറിച്ചും മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ഇതിൽ ഏത് കൂട്ടത്തിൽ പെടും അല്ലേ? ഉരകങ്ങളാണോ, പാമ്പുകളാണോ, ഗന്ധർവന്മാരാണോ, കിന്നരന്മാരാണോ, ഋഷിമാരാണോ, മനുഷ്യരാണോ? ഏത് വർഗത്തിലാണ് നമ്മൾ പെടുക? പിശാചുക്കളാണോ, അസുരന്മാരാണോ, രാക്ഷസന്മാരാണോ, ദേവന്മാരാണോ? സ്വയം കണ്ണാടി നോക്കുക. ഓം ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ വിംശതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ഇപ്പം നാളെ 11 മണിക്ക് തന്നെ ആയിരിക്കും യഥാസമയം. ഹരി ഓം. നാളെ രാവിലെ കാണാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ.